നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചരിത്രമുറങ്ങുന്ന കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിലാണ് ഞാനും കിരൺ ബാബുവും ഒപ്പം MS സനീഷ് കുമാറും ഉള്ളത്. നമ്മളിവിടെ ഇന്ന് വരുന്ന ഒരു മണിക്കൂർ മോർണിംഗ് വൈബ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഇവിടെ ഇത് ചുറ്റും കാണുന്നത് സ്മൃതി മണ്ഡപങ്ങളാണ്. സംസ്ഥാനത്തെ സമുന്നതരായ നിരവധി നേതാക്കളുടെ സ്മൃതി മണ്ഡപങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കും. ഒപ്പം തെരഞ്ഞെടുപ്പ് വാർത്തകളും ഉണ്ടാകും. നമുക്ക് ഇന്ന് മുഴുവൻ ന്യൂസ് 18 സംഘം കണ്ണൂർ മണ്ഡലത്തിലാണ് സമയം ചിലവഴിക്കുക. ഒപ്പം വൈകുന്നേരം 5 മണിക്ക് ന്യൂസ് 18ന്റെ ഗോധ എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് ചർച്ചാ പരിപാടിയും ഈ കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ ആയിരിക്കും. പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. നമുക്ക് വിശദമായി തന്നെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരാം, കണ്ണൂർ ചരിത്രത്തിലേക്ക് വരാം, കണ്ണൂരിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വീര്യത്തിലേക്ക് വരാം. ആദ്യം വേഗവാർത്തകളുമായി ഭവ്യ ചേരും. കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച AAPയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച്. ഇന്ത്യ മുന്നണിയിലെ കക്ഷികളും പങ്കെടുക്കും. കേജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കവിത ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇഡിക്ക് പിന്നാലെ നടപടിക്കൊരുങ്ങി CBI. രാഹുൽ ഗാന്ധി നാളെ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഹാജരാകും. ഹാജരാകുന്നത് BJP ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ. പൂക്കോട് സർവകലാശാല വിവാദം പുകയുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പുറത്താക്കിയവരെ തിരിച്ചെടുത്ത നടപടി തുടർന്നുണ്ടായ വിവാദത്തിൽ രണ്ടാമത്തെ VCയും രാജിവെച്ചു. തുടർ നടപടികൾക്കൊരുങ്ങി ഗവർണർ, പകരം ചുമതല നൽകും. മുഖ്യമന്ത്രി വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇനി സമരം ചെയ്യുക സെക്രട്ടേറിയറ്റ് നടയിലായിരിക്കില്ല, പകരം ക്ലിഫ് ഹൌസിന് മുന്നിലായിരിക്കുമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ന്യൂസ് 18നോട്. സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് കൈമാറാനുള്ള സർക്കാർ നീക്കം കുടുംബത്തിന്റെ വായടപ്പിക്കാനായിരുന്നുവെന്നും ജയപ്രകാശ്. കൊച്ചി ഗുണ്ടാ വിളയാട്ടവുമായി ബന്ധപ്പെട്ട് ഗുണ്ടാ നേതാവ് ഔറംഗസേബ് ഇന്ന് ATSന് മുൻപിൽ ഹാജരാകും. നെടുമ്പാശ്ശേരിയിലെ ഓഫീസിൽ രാവിലെ 10:30 ഹാജരാവുക. ATS ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ. +2 പരീക്ഷകൾ ഇന്ന് അവസാനിക്കും. SSLC പരീക്ഷ ഇന്നലെ അവസാനിച്ചിരുന്നു. മൂല്യനിർണ്ണയം ഉടൻ ആരംഭിക്കും. മെയിൽ ഫലം പ്രസിദ്ധീകരിക്കാൻ ശ്രമം. വയനാട് ചുള്ളിയോട് ചന്തയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ ബന്ധു മരിച്ചു. സമീപം കിടന്നുറങ്ങുകയായിരുന്ന ചന്തക്കുന്ന് കോളനിയിലെ ഭാസ്കരനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പലായിരിക്കെ SFIക്കാർ തന്നെ ഒരുപാട് ദ്രോഹിച്ചതായി ആലത്തൂർ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു. ആലത്തൂർ മണ്ഡലത്തിൽ SFIയുടെ അക്രമരാഷ്ട്രീയവും ചർച്ചയാകുമെന്ന് സരസു ന്യൂസ് 18നോട്. കേന്ദ്ര സർക്കാർ AICCയുടെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതോടെ പ്രചാരണത്തിന് ഫണ്ടില്ലാതെ ബുദ്ധിമുട്ടുന്നതായി പാലക്കാട് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. കഴിഞ്ഞ 5 വർഷത്തെ തന്റെ പ്രവർത്തനം വിലയിരുത്തി ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ എന്നും ന്യൂസ് 18ന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ ശ്രീകണ്ഠൻ. വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ TD സുനിൽകുമാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ കോടതി വിധിയിലെ തനിക്കെതിരായ പരാമർശങ്ങൾ ചോദ്യം ചെയ്താണ് ഹർജി. ഊരിന് പുറത്ത് സമൂഹ വിവാഹം. 216 ആദിവാസി യുവതിയുവാക്കളുടെ വിവാഹ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. തിരുവനന്തപുരത്ത് ആരംഭിച്ച 100ാമത് ശാഖയുടെ പ്രവർത്തനോദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മാംഗല്യമൊരുക്കിയത്. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ. തിരുവനന്തപുരം ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് തമ്മിലടിച്ചു. കോളേജിൽ നടന്ന ഹോളി ആഘോഷത്തിൽ നടന്ന കലഹം കോളേജ് പുറത്ത് ഹോസ്റ്റലുകളിലേക്ക് നീങ്ങി. മെൻസ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ പുറത്ത് ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ കയറി മർദ്ദിച്ചു. പോലീസ് എത്തി ലാത്തിവീശിയാണ് സംഘർഷം നിയന്ത്രിച്ചത്. മോർണിംഗ് വൈബ്സ് ഉള്ളത് കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിലാണ്. പയ്യാമ്പലം ബീച്ച് നമുക്കറിയാം ചരിത്രമുറങ്ങുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. ഇവിടെ സ്മൃതി മണ്ഡപങ്ങൾ, നിരവധി ആളുകളുടെ സ്മൃതി മണ്ഡപങ്ങളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ചരിത്രങ്ങളിലേക്കും അതിന്റെ കാഴ്ചകളിലേക്കും പ്രേക്ഷകരിലേക്ക് വരാം. നമുക്ക് അതിനിടയിൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കൂടി പോകണം. കാരണം തെരഞ്ഞെടുപ്പ് ചിത്രത്തിലാണ്, തെരഞ്ഞെടുപ്പ് വേളയിലാണ് നമ്മളുള്ളത്. നമുക്ക് രാജ്യം ഒട്ടാകെ തെരഞ്ഞെടുപ്പിലേക്ക്, രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ.
രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. Co-presented by Berger Paints. 100 years of trust. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ്. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം നമ്മൾ ഓരോന്നായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരിശോധിക്കുന്നുണ്ട്. വിവിധ മണ്ഡലങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ കണ്ണൂരിന്റെ മണ്ണിലാണ് ഞാനും കിരൺ ബാബുവും ഉള്ളത്. കിരൺ, കണ്ണൂരിന്റെ മണ്ണിലെത്തിയാൽ നമ്മൾ ഒരിക്കലും അവഗണിക്കരുതാത്ത അല്ലെങ്കിൽ വന്ന് പോകേണ്ട ഒരു സ്ഥലമാണ് പയ്യാമ്പലം, അല്ലെ? നമ്മൾ ഈ സ്മൃതി മണ്ഡപങ്ങളുടെ ഒരു വലിയ പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രധാന നേതാക്കളുടെ ഒക്കെ സ്മൃതി മണ്ഡപങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ്. നമുക്ക് തുടക്കത്തിൽ ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന് പ്രഖ്യാപിച്ച അത് എന്റെ പത്രപ്രവർത്തന ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയ മലയാളിക്ക് ഏറ്റവും മാതൃകയായ മാധ്യമപ്രവർത്തകൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മൃതി മണ്ഡപമാണിത്. ഈ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങാം. ഇതുപോലെ പ്രമുഖരായ ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളുടെ അതോടൊപ്പം തന്നെ സാംസ്കാരിക നേതാക്കളുടെ ഒക്കെ സ്മൃതി മണ്ഡപങ്ങളുണ്ട്. തൊട്ട് അടുത്ത് കാണുന്ന സ്മൃതി മണ്ഡപം കണ്ണൂരിന്റെ ആദ്യത്തെ MP, അന്ന് തലശ്ശേരിയായിരുന്നു, തലശ്ശേരി ആദ്യത്തെ MP AKGയുടേതാണ്. ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന AKGയുടെ സ്മൃതി മണ്ഡപമാണ് തൊട്ട് അരികിൽ തന്നെ കാണുന്നത്. അത് കഴിഞ്ഞാലും തൊട്ടടുത്ത് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ ഉണ്ട്. ഇത് അഴീക്കോടൻ രാഘവന്റെ സ്മൃതി മണ്ഡപം വരുന്നു. തൊട്ട് അടുത്ത് കഴിഞ്ഞാൽ NC ശേഖറിന്റെ സ്മൃതി മണ്ഡപം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രശസ്തരായ ആളുകൾക്കൊപ്പം തന്നെ താരതമ്യേന അത്രത്തോളം പ്രശസ്തരല്ലാത്ത ആളുകളുടെ സ്മൃതി മണ്ഡപങ്ങൾ കൂടി ഈ ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കോടിയേരിയും ഒക്കെ ഉറങ്ങുന്നത് ഈ മണ്ണിൽ തന്നെയാണ്. പ്രധാനപ്പെട്ട ചടയൻ ഗോവിന്ദന്റെ സ്മൃതി മണ്ഡപം ഇതാണ്. പ്രധാനമായും ഇടത് നേതാക്കളുടേതാണ്. വലിയ നേതാക്കളുടെ ഒക്കെ സ്മൃതി മണ്ഡപങ്ങളുണ്ട്. ഒപ്പം കോൺഗ്രസിന്റെ നേതാക്കളുടെ DCC പ്രസിഡന്റ് ആയിരുന്ന K സുരേന്ദ്രന്റെ സ്മൃതി മണ്ഡപമാണ് നേരെ നമ്മുടെ ആ വശത്ത് കാണുന്നത്. 2020 അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. തൊട്ടടുത്ത് തന്നെ KPC എക്സിക്യൂട്ടീവ് മെമ്പർ KC കടമ്പൂരാൻ, അദ്ദേഹം കണ്ണൂരിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഭൂമികയിൽ കണ്ണൂരിൽ രേഖപ്പെടുത്തിയ നേതാക്കളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ചടയൻ ഗോവിന്ദന്റെ സ്മൃതി മണ്ഡപം CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ചടയൻ ഗോവിന്ദന്റെ സ്മൃതി മണ്ഡപം നമുക്ക് കാണാം. ഇതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ 2022 മരണം സംഭവിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ സ്മൃതി മണ്ഡപമാണ് കാണുന്നത്. അങ്ങനെ നിരവധി നേതാക്കളുടെ, അല്ലെ കിരൺ, സ്മരണ തൊട്ടടുത്ത് തന്നെ ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന EK നായനാരുടെ സ്മൃതി മണ്ഡപമാണ്. EK നായനാരുടെ സ്മൃതി മണ്ഡപം, EK നായനാരുടെ യാത്രയും കോടിയേരിയുടെ മരണയാത്ര പോലെ തന്നെ യഥാർത്ഥത്തിൽ EK നായനാരുടെ ഒരു വിലാപയാത്രയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെയും വിലാപയാത്രയാണ്. നമ്മൾ കേരളം ആ തരത്തിലേക്ക് വലിയ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ജനങ്ങൾ കാത്തിരുന്ന് കണ്ട രണ്ട് വലിയ സ്മൃതി യാത്രകളായിരുന്നു, അല്ലെങ്കിൽ അന്ത്യയാത്രകളായിരുന്നു. അത്രത്തോളം ജനങ്ങളാണ് അന്ത്യയാത്രയ്ക്ക്. അന്നൊക്കെ ഈ നായനാർ മരിക്കുന്ന സമയത്ത് കുറെ കൂടി ആളുകൾക്ക് അത്ഭുതമായിരുന്നു. ഇങ്ങനെ ഈ ചാനലുകളൊക്കെ സജീവമായി നിൽക്കുന്ന സമയം, ആ സമയത്ത് ഇങ്ങനെ ഒരു യാത്ര വരുന്നു. അപ്പോൾ ആളുകൾക്ക് രാഷ്ട്രീയ വ്യത്യാസത്തിനപ്പുറം നമ്മുടെ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതായാലും, അതിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിഷയത്തിലായാലും നായനാരുടെ വിഷയത്തിലായാലും എങ്ങനെയാണ് അവർ നേതാക്കളോട് അവർക്കൊരു സവിശേഷമായ സ്നേഹവും ആദരവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വഴിയോരത്തൊക്കെ കാത്തുനിന്ന് ഇങ്ങനെ എത്രയോ സമയമെടുത്താണ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് നായനാരുടെ അന്ത്യയാത്ര എത്തിയത്. അദ്ദേഹം ഉറങ്ങുന്ന കൂടിയാണ് ഈ സ്മൃതി മണ്ഡപം അദ്ദേഹത്തിൻ്റെതാണ്. അതാണ് ഈ സ്ഥലത്തിന്റെ, പയ്യാമ്പലം ബീച്ചിന്റെ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത. ഇവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ല. ഈ സൈനികരുടെയൊക്കെ മൃതദേഹങ്ങൾ, സ്മൃതി മണ്ഡപങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള ചരിത്രമുറങ്ങുന്ന ഒരു പ്രദേശമാണ് ഇവിടം. സുകുമാർ അഴീക്കോടിന്റെ സ്മൃതി മണ്ഡപവും നമുക്ക് തൊട്ടടുത്ത് കാണാം. തത്വമസി എന്നെഴുതി സുകുമാർ അഴീക്കോടിന്റെ സ്മൃതി മണ്ഡപമുണ്ട്. അങ്ങനെ ഈ കണ്ണൂരിന്റെ ചരിത്രത്തിൽ, കണ്ണൂരിൽ രേഖപ്പെടുത്തിയ, കണ്ണൂരിന്റെ ഭൂമികയിൽ അടയാളങ്ങളായ ഒരുപാട് നേതാക്കൾ ഉറങ്ങുന്ന മണ്ണാണ്. അവരുടെ പ്രിയപ്പെട്ടവർ, അവരുടെ ആരാധകർ, അവരെ സ്നേഹിക്കുന്നവരൊക്കെ ഇപ്പോഴും ഇവിടെ വന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു മടങ്ങാറുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അത് ഇവരുമായി ബന്ധപ്പെട്ട സ്മരണീയകൾ സംഭവിക്കാറുമുണ്ട് പല ദിവസങ്ങളിലും. MV രാഘവന്റെ സ്മൃതി മണ്ഡപം കൂടി കണ്ടുപോകണം. MV രാഘവൻ CMP നേതാവ്, ഒരു കാലത്ത് CPMന്റെ കരുത്തരായിരുന്ന MV രാഘവന്റെ സ്മൃതി മണ്ഡപം. വിശ്രമമറിയാത്ത ഒരു മഹത്തായ ജന്മം ഇവിടെ വിശ്രമിക്കുന്നു, വിശ്രമമറിയാത്ത മഹത്തായ ഒരു ജന്മം ഇവിടെ വിശ്രമിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയാണ് MV രാഘവന്റെ സ്മൃതി മണ്ഡപം ഇവിടെയുള്ളത്. ഏറ്റവും അർത്ഥവത്തായ വരികൾ തന്നെയാണ് അഴീക്കോടിന്റെ സ്മൃതി മണ്ഡപത്തിലുള്ളത്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സുകുമാർ അഴീക്കോട് എന്ന ഒരു സാംസ്കാരിക നായകൻ, പലപ്പോഴും ഇപ്പോഴും ആളുകൾ പറയാറുണ്ട് അഴീക്കോടിനെ പോലെ ഒരു നേതാവ് ഉണ്ടാവണം. ഏത് രാഷ്ട്രീയത്തിന്റെ ചായ്വൊന്നും നോക്കാതെ ഏത് രാഷ്ട്രീയ നേതാവിനെതിരെയും അധികാരികൾക്കെതിരെ എത്ര രൂക്ഷമായി വിമർശിക്കാമോ അത്രത്തോളം രൂക്ഷമായി. അങ്ങനെ അഴീക്കോട് മത്സരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അഴീക്കോടിനെ അങ്ങനെ കോൺഗ്രസ്സുകാരനായിട്ടൊന്നുമല്ല ജനങ്ങൾ കണ്ടത്. അഴീക്കോട് എല്ലാവരെയും വിമർശിക്കുമായിരുന്നു.
കോൺഗ്രസിന്റെയും ഒരു കാലത്ത് കെ കരുണാകരനൊക്കെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള സാംസ്കാരിക നായകൻ അഴീക്കോടായിരുന്നു. അഴീക്കോടിന്റെ വിമർശനങ്ങളെ ജനങ്ങൾ വലിയ ആരാധനയോടെ അല്ലെങ്കിൽ വലിയ ശ്രദ്ധയോടുകൂടിയാണ് കണ്ടിരുന്നത്. കരുണാകരന്റെ ഓവർ സ്പീഡിനെയും ഭരണത്തിലെ വീഴ്ചകളെയൊക്കെ ഇത്രത്തോളം വിമർശിച്ച ആൾ മറ്റ് ഒരാൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരു സമൂഹത്തിലൊരു പൊതു പ്രശ്നം വരുമ്പോൾ പലപ്പോഴും പല ബുദ്ധിജീവികളടക്കം മൗനം പാലിക്കുന്ന ഘട്ടത്തിലൊക്കെ ആളുകൾ ഇപ്പോഴും മരണത്തിന് ശേഷം ഇത്ര കാലം കഴിഞ്ഞിട്ടും ആളുകൾ ഓർക്കുന്നുണ്ട്, അഴീക്കോട് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിനൊക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചേനെ എന്നൊക്കെ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയക്കാരല്ലാതെ ഒരാൾ അന്നത്തെ കാലത്ത് തന്നെ അഴീക്കോട് പ്രസംഗിക്കുന്നു എന്ന് വന്നാൽ, ഇപ്പം എൻ്റെ നാട്ടിൽ ഓച്ചിറയൊക്കെ അഴീക്കോട് പ്രസംഗിക്കാൻ വരുന്നുണ്ട്. അഴീക്കോട് പ്രസംഗിക്കാൻ വരുന്നത് കണ്ടാൽ എത്രയോ ആളുകളാണ്, സാധാരണക്കാരായ മനുഷ്യരൊക്കെ, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരൊക്കെ, അവർക്കൊന്നും അഴീക്കോട് പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടുള്ളവർ പോലും ആയിരിക്കില്ല. പക്ഷേ അദ്ദേഹം എഴുതുന്ന പുസ്തകങ്ങൾ വായിക്കാനത്തക്ക ഒരു സാംസ്കാരികമായ ഒരു പിൻബലമൊന്നും ഉള്ള മനുഷ്യരൊന്നും അറിയില്ല. പക്ഷെ അവർക്ക് പോലും മനസ്സിലാവുന്ന, എല്ലാ തരത്തിലെ മനുഷ്യർക്കും മനസ്സിലാവുന്ന തരത്തിലേക്ക് സമൂഹത്തിലെ അനീതികളെ തുറന്നു കാണിച്ചൊക്കെ എഴുതി അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപമാണ് ഇവിടെ ഏറ്റവും വലിയ സ്മൃതി മണ്ഡപം. ഈ കയറി വരുമ്പോൾ തന്നെ കാണുന്നതും അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപമാണ്. തൊട്ട് ഓപ്പോസിറ്റ് ആണ് എം വി രാഘവന്റെ സ്മൃതി മണ്ഡപം ഉള്ളത്. അങ്ങനെ കണ്ണൂരിൽ കേരളത്തിൽ അടയാളപ്പെടുത്തിയ ഒരുപാട് നേതാക്കളെ ഒന്ന് സ്മരിക്കണമെങ്കിൽ ഈ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ എത്തണം. അവർക്കുള്ള ഉത്തമ സ്മാരകങ്ങൾ, സ്മൃതി മണ്ഡപങ്ങളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. നമുക്കിനി തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വളരെ വേഗം വരണം. കാരണം കണ്ണൂരിന്റെ ഭൂമികയിലാണ് ഞങ്ങൾ ഇന്ന് മുഴുവൻ ഉള്ളത്. കണ്ണൂർ കരുത്തായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന CPM-ന് ഏറെ വളക്കൂറുള്ള ഒരു മണ്ണാണ്. പക്ഷെ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പമല്ല കണ്ണൂരിന്റെ മനസ്സ്. പല തിരഞ്ഞെടുപ്പുകളിലും, ഏതാണ്ട് 12ഓളം തെരഞ്ഞെടുപ്പുകളിൽ 8 തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ഇവിടെ വിജയിച്ചു പോയത് എന്നുകൂടി കണ്ണൂരിനോട് ചേർത്ത് വായിക്കണം. ഇത്തവണയും തീപാറുന്ന പോരാട്ടമാണ്. സാക്ഷാൽ കെ സുധാകരൻ, KPCC സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ മത്സരിക്കുമ്പോൾ MV ജയരാജൻ എന്ന കണ്ണൂരിന്റെ കരുത്തിനെ ഇറക്കിയാണ് CPM ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത്. മറുവശത്ത് NDAയിലാകട്ടെ കോൺഗ്രസ് വിട്ട പ്രധാനപ്പെട്ട ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മുഖമായിരുന്ന C രഘുനാഥിനെ കൂടി മത്സരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 3 സ്ഥാനാർത്ഥികളും കരുത്തന്മാരാണ് കണ്ണൂരിൽ എന്നുള്ളതാണ്. ഇത്തവണത്തെ പോരാട്ടത്തെ നമുക്കൊന്ന് വിലയിരുത്തിയാൽ, കിരൺ, നമ്മൾ പല പേരുകൾ ഇങ്ങനെ മാറി മറിഞ്ഞു വന്നിരുന്നു. ആദ്യം സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ MV ജയരാജൻ രംഗത്ത് വന്നതുകൂടി കളം മാറി. സുധാകരൻ അല്ലാതെ മറ്റൊരു എതിരാളി MV ജയരാജൻ ഇല്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരികയും സുധാകരൻ മത്സരിക്കുകയുമായിരുന്നു. അല്ലെ, യഥാർത്ഥത്തിൽ കെ സുധാകരന് മത്സരത്തിന് രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന താല്പര്യം തുടക്കഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും KPCC അധ്യക്ഷൻ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ, കണ്ണൂരിൽ അങ്ങനെ അനായാസം ജയിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ തവണ കെ സുധാകരൻ ജയിച്ചു. അതിന് തൊട്ടുമുമ്പിൽ തവണ PK ശ്രീമതിയെ, കഴിഞ്ഞ തവണ തോൽപ്പിച്ച PK ശ്രീമതി തന്നെയാണ് അതിന് തൊട്ടുമുമ്പിൽ തവണ കെ സുധാകരനെ തോൽപ്പിച്ചത്. അതിന് മുമ്പും കെ സുധാകരൻ വിജയിച്ചു. K രാഗേഷിനെ പരാജയപ്പെടുത്തി കെ സുധാകരൻ വിജയിച്ചു. അങ്ങനെ തോൽവിയുടെയും വിജയം ഒക്കെ മാറി മറിഞ്ഞു വരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ ഒരു മണ്ഡലത്തിൽ ഒരു KPCC അധ്യക്ഷന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായും അവിടെ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് നിൽക്കാനൊക്കെ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയത്. പിന്നീട് പക്ഷേ അദ്ദേഹം മത്സരിക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ചില പേരുകളൊക്കെ മുന്നോട്ട് വെച്ചു. അത് അംഗീകരിക്കപ്പെട്ടില്ല. പക്ഷേ അദ്ദേഹത്തോളം പോകുന്ന ഒരാൾ, കെ സുധാകരനോളം പോകുന്ന ഒരാൾ കണ്ണൂരിൽ കോൺഗ്രസിന് ഇപ്പോൾ അങ്ങനെ ഒരു തലപ്പൊക്കമുള്ള നേതാവില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും സീനിയറായ നേതാവ് കണ്ണൂരിൽ ഇപ്പോഴും കോൺഗ്രസിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവ് കെ സുധാകരൻ തന്നെയാണ്. കണ്ണൂരുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഇടത്തിലുള്ള ആളുകൾക്കൊക്കെ കെ സുധാകരന്റെ പ്രവർത്തനത്തിലൊക്കെ ചിലപ്പോൾ ചില വിയോജിപ്പുകൾ കാണും, അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ചില വിയോജിപ്പുകളൊക്കെ കാണും. പക്ഷേ കണ്ണൂരിൽ അങ്ങനെയല്ല. കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂരിലെ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നേതാവ് കെ സുധാകരൻ. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ ഒരു വഴിക്ക് വരുന്നു. MV ജയരാജനെ സംബന്ധിച്ച് കണ്ണൂരിന്റെ 3 ജയരാജന്മാർ പറയുമ്പോഴും കണ്ണൂരിൽ MV ജയരാജൻ ഒരു സവിശേഷമായ ജനങ്ങളുമായി ആ തരത്തിലേക്ക് കൂടുതൽ ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. അങ്ങനെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ജില്ലാ സെക്രട്ടറി ഇപ്പോഴും ജില്ലാ സെക്രട്ടറിയാണ്, തൽക്കാല ചുമതല മാറ്റി നൽകിയതാണ്. അങ്ങനെ കണ്ണൂരിൽ ഏറ്റവും കരുത്തരായ 2 നേതാക്കൾ, ഇടതുമുന്നണിയിൽ നിന്ന് MV ജയരാജനും കോൺഗ്രസിൽ നിന്ന് കെ സുധാകരനും വരുമ്പോൾ സ്വാഭാവികമായും കണ്ണൂരിന് മണ്ഡലത്തിന്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ഇവിടെ അങ്ങനെ നമ്മൾ ചിലപ്പോൾ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ ആളുകൾക്ക് കണ്ണൂർ ചുവന്ന മണ്ണാണ് എന്നൊക്കെ പറയും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം അങ്ങനെ ചുവപ്പിന്റെ ഒന്നുമില്ല. തുടർച്ചയായി 5 തവണ ഒരാൾ മാത്രമേ ഇവിടെ MP ആയിരുന്നിട്ടുള്ളൂ. അത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അന്ന് മുല്ലപ്പള്ളി കടന്നു വന്ന 5 തവണ തുടർച്ചയായി MP ആയിരുന്നു. അവസാനം മുല്ലപ്പള്ളിയെ പരാജയപ്പെടുത്തിയത് ഇപ്പോൾ BJP-യിൽ നിൽക്കുന്ന, കോൺഗ്രസ് വഴി BJP-ലേക്ക് പോയ AP അബ്ദുള്ളക്കുട്ടിയാണ്. അബ്ദുള്ളക്കുട്ടി അന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമാണ്. വളരെ ചെറുപ്പക്കാർ, 30 വയസ്സിൽ താഴെ നിൽക്കുമ്പോഴാണ് അബ്ദുള്ളക്കുട്ടി എന്ന്. അങ്ങനെയാണ് അബ്ദുള്ളക്കുട്ടി അത്ഭുതക്കുട്ടിയായി മാറുന്നത്. 5 തവണ പരാജയപ്പെടുത്തിയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ
വീണ്ടും 2 തവണ അടുത്ത തവണയും മുല്ലപ്പള്ളി തന്നെയാണ് മത്സരിച്ചത്. അപ്പോഴും മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരാജയപ്പെടുത്തി അബ്ദുള്ളക്കുട്ടി ഇവിടെ കണ്ണൂരിലെ ഇടത് ആധിപത്യം തിരിച്ചുപിടിക്കുന്നു. അങ്ങനെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ വീണ്ടും അതിനുശേഷം കോൺഗ്രസ് കെ സുധാകരൻ വീണ്ടും കെ രാജേഷിനെ പരാജയപ്പെടുത്തി കെ സുധാകരൻ ഇവിടെ വരുന്നു. വീണ്ടും കെ സുധാകരൻ പരാജയപ്പെടുന്നു, പി കെ ശ്രീമതിയോട് പരാജയപ്പെടുന്നു. അതിനുശേഷം അതേ പി കെ ശ്രീമതിയെ തന്നെ കെ സുധാകരൻ പരാജയപ്പെടുത്തി വീണ്ടും എം പി ആവുന്നു. അങ്ങനെ കണ്ണൂരിന്റെ ചരിത്രം നോക്കിയാൽ കണ്ണൂരിൽ ഇപ്പോഴായാലും നമ്മൾ ഇന്നലെ വടകരയിലായിരുന്നു. വടകരയിലൊക്കെ ആണെങ്കിൽ വടകരയിൽ കെ മുരളീധരൻ ജയിക്കുമ്പോഴും 6 മണ്ഡലങ്ങളിലും കെ രമ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇടത് എം പിമാരാണ് ഉള്ളത്. അല്ലെങ്കിൽ നേരത്തെ തൃശ്ശൂർ എടുത്താലും തൃശ്ശൂരിലെ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ജയിക്കുമ്പോൾ അവിടുത്തെ 7 മണ്ഡലങ്ങളും ജയിച്ചത് ഇടത് എം പിമാരാണ്, CPM-ന്റെ CPI-യുടെ എം പിമാരാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോഴും 2 എം പിമാർ, 2 MLA-മാർ, എം പി എന്ന് തെറ്റി പറഞ്ഞാൽ 2 MLA-മാർ ഇപ്പോഴും കോൺഗ്രസിന്റേതാണ്. 2 മണ്ഡലങ്ങൾ കോൺഗ്രസിന്. അങ്ങനെ CPM-ന് അങ്ങനെ ഒരു വലിയ ആധിപത്യമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കോൺഗ്രസിനും അങ്ങനെ ഒരു വലിയ ആധിപത്യം. കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 2 പാർട്ടിക്കും തുല്യമായ ചാൻസ് ഉള്ള അവസരമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതിന്റെ ഇടയിൽ ഒരു പ്രത്യേകത, ഈ കണ്ണൂർ മുമ്പൊക്കെ വലിയ CPM BJP സംഘർഷങ്ങളും RSS സംഘർഷങ്ങളും ഒക്കെ നടക്കുന്നെങ്കിലും BJPക്ക് അങ്ങനെ ഒരു വലിയ ലോക്സഭയിലേക്ക് ഒരു വലിയ വോട്ടുള്ള ഒരു സ്ഥലമല്ല ഇവിടെ. ഈ സംഘർഷങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും വിചാരിക്കും ഈ 2 പാർട്ടികൾക്കും വലിയ ശക്തിയാണ്. BJPക്കും അങ്ങനെ കണ്ണൂരിൽ എനിക്ക് തോന്നുന്നത് ഈ രാഷ്ട്രീയമായ ഏറ്റവും കൂടുതൽ അക്രമങ്ങളും അല്ലെങ്കിൽ കൊലപാതകങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഒരു സ്ഥലം, ഇപ്പോൾ കുറെ കാലമായി അതില്ലെങ്കിൽ നടന്നിട്ടുള്ള ഒരു സ്ഥലം കണ്ണൂരാണ്. അപ്പോൾ ഈ പാർട്ടി ഗ്രാമങ്ങൾ പറയുന്നത്, അപ്പോൾ 2 കൂട്ടർക്കും ശക്തിയുള്ള ഏറെ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ജനങ്ങളുടെ പിന്തുണയുണ്ട്. പക്ഷെ BJP ഇതുവരെയും ഒരു 1 ലക്ഷത്തിന്റെ മാർക്ക് പോലും കേരളത്തിൽ കണ്ണൂരിൽ മറികടക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ലാത്ത ഒരു മണ്ഡലമാണ്. പ്രധാനമായും മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്. അത് CPM-ഉം കോൺഗ്രസും തമ്മിൽ തന്നെയാണ് മത്സരം. കേരളത്തിലെ 2 മുന്നണികളെ നയിക്കുന്ന 2 പ്രധാനപ്പെട്ട പാർട്ടികൾ തമ്മിൽ അഭിമാന പോരാട്ടം നടത്തുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാവരും കണ്ണൂരിൽ ആര് ജയിച്ചു, അല്ലെങ്കിൽ കണ്ണൂരിന്റെ രാഷ്ട്രീയത്തോടെ എപ്പോഴും മനുഷ്യർക്ക് എല്ലാ ആളുകൾക്കും ഒരു സവിശേഷമായ ഒരു കൗതുകമുണ്ട്, അല്ലെങ്കിൽ അവിടെ ആര് ജയിച്ചു എന്നുള്ളത് അറിയാനൊരു താല്പര്യം. അത്തരമൊരു മത്സരം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമുക്കിത് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. നീന്തൽ പഠനമൊക്കെ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാകുന്നു. രാവിലെ ബീച്ചിലേക്ക് പോയാൽ അവിടെയും ഒരുപാട് ആളുകൾ വർക്കൗട്ടുമൊക്കെ ആയി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വർക്കൗട്ടുമൊക്കെ ഒരുപാട് ആളുകൾ ചിലവഴിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കണ്ണൂർ. വളരെ മനോഹരമായ ഒരു ബീച്ചാണ്. നമുക്കതിന് പ്രത്യേക ഈ വർക്കൗട്ടിനൊക്കെയുള്ള പ്രത്യേക സംവിധാനമൊക്കെ ഇവിടെ ഒരുക്കി, ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് വന്നു പോകാനും മറ്റുമായി ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു പ്രദേശമാണ്. ചെറുപ്പക്കാരൊക്കെ ഉണ്ട് ഇവിടെ. രാവിലെ മോർണിംഗ് വാക്ക്, പ്രഭാത നടത്തത്തിലുള്ള ആളുകളുമൊക്കെ നിരവധിയായ ആളുകളുണ്ട്. അവരൊക്കെ പലതരത്തിലുള്ള കായിക വിനോദങ്ങളിലും മറ്റും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണാം. നമുക്കൊന്ന് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. നമുക്ക് MS അനീഷ് കുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവിടെ തൊട്ടടുത്ത് തന്നെ MS അനീഷ് കുമാർ ഈ പയ്യാമ്പലം ബീച്ചിൽ തന്നെയുണ്ട്. അല്പസമയത്തിനകം LDF സ്ഥാനാർത്ഥി ജയരാജൻ ഇങ്ങോട്ടേക്ക് എത്തും, നമ്മളോട് സംസാരിക്കാനെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അനീഷ് കുമാറിലേക്ക് കൂടി ഒന്ന് പോകണം. അനീഷ് പലതവണയായി കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ണൂരിന്റെ ഈ പറഞ്ഞതുപോലെയുള്ള പോരാട്ട വീര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തവണ കാര്യങ്ങൾ എങ്ങനെയാണ് അല്പം ഒരു വ്യത്യാസമായി മാറുന്നത്? കാരണം കണ്ണൂർക്കാർക്ക് പ്രിയപ്പെട്ട 2 പേരാണ് പരസ്പരം മത്സരിക്കുന്നത്. രഞ്ജിത്ത്, ഏറ്റവും വലിയ മത്സരം നടക്കുന്ന ഒരു ഇത്തവണയാണ് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം നേരത്തെ തന്നെ MV ജയരാജനെ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. മറുഭാഗത്ത് ആര് മത്സരിക്കും, കെ സുധാകരൻ മത്സരിക്കില്ല എന്ന കാര്യമാണ് ആദ്യം പുറത്തു വന്നത്. കാരണം കേരളത്തിൽ മുഴുവനുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ചുമതല KPCC പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് ഏറ്റവും ഒടുവിലാണ് കെ സുധാകരൻ തന്നെ കണ്ണൂരിലെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരികയും അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാവുകയും ചെയ്ത്. അതുതന്നെ ഇത്തവണ കണ്ണൂരിൻ്റെ മത്സരത്തിൻ്റെ ഒരു കാഠിന്യം വ്യക്തമാക്കുന്നു. കാരണം നേരത്തെ പിൻവലിഞ്ഞ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അദ്ദേഹം മറ്റു കാര്യങ്ങൾക്കായി മാറി നിൽക്കുന്നുവെന്ന് പറഞ്ഞെങ്കിലും കെ സുധാകരനെ തന്നെ നേരിട്ട് കളത്തിലിറക്കേണ്ട രീതിയിലേക്ക്, ഒരു അനിവാര്യതയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ മത്സരത്തിൻ്റെ കാഠിന്യം നമുക്ക് വ്യക്തമാകും. കാരണം AKG മുതൽ കെ സുധാകരൻ വരെ നീളുന്ന പ്രഗത്ഭരുടെ, ഈ പ്രമുഖരായ ആളുകളുടെ ഒരു വലിയ നീണ്ട നിര തന്നെയാണ് കണ്ണൂർ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലുള്ളത്. അതിൽ പലവട്ടം കോൺഗ്രസും CPM-ഉം പിന്നീട് കോൺഗ്രസ് CPM-ഉം ഒക്കെയുമായി മാറി മറിയുന്ന, ഒരാൾക്ക് ഒരു കുത്തക അവകാശപ്പെടാൻ കഴിയാത്ത ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷെ നമുക്കറിയാം, മറ്റു മണ്ഡലങ്ങളെയൊക്കെ പോലെ പരിഗണിച്ചാൽ ഈ നിയമസഭാ
മണ്ഡലങ്ങളിലെ പ്രാതിനിധ്യം ഒരുപക്ഷെ LDF-ന് കൂടുതലാണെങ്കിൽ പോലും വർഷങ്ങളായി അത്തരമൊരു ആധിപത്യം പലപ്പോഴും കാണാൻ കഴിയുന്നില്ല ഈ മണ്ഡലത്തിൽ എന്നാണ് ഏറ്റവും വ്യക്തമാകുന്നത്. അതിലേറ്റവും പ്രധാനം ഈ കേരള രാഷ്ട്രീയത്തിലുപരി കേന്ദ്ര വിഷയങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ആര് മന്ത്രിസഭ രൂപീകരിക്കും, അല്ലെങ്കിൽ ആർക്ക് ഭൂരിപക്ഷം കിട്ടിയാലാണ് കൂടുതൽ ഈ BJP പ്രതിരോധിക്കാൻ കഴിയുന്നത് എന്ന് അടക്കമുള്ള ഒരു ചിന്തയിലേക്ക് പലപ്പോഴും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പാറ്റേൺ മാറുന്നുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതുകൊണ്ടാണ് ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ വിജയം CPM-ന് കണ്ണൂർ ജില്ല നൽകുമ്പോഴും പലപ്പോഴും അതിൻ്റെ ഒരു തുടർചലനം അടുത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാതെ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണയും ഈ രാഹുൽ ഗാന്ധി തരംഗം വയനാട്ടിൽ നിന്നും വലിയ ദൂരെയല്ല കണ്ണൂർ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തരംഗം മലബാറിലേക്കും മറ്റ് ഇടങ്ങളിലെ പോലെ ആഞ്ഞടിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ K. സുധാകരൻ ജയിക്കുകയും ചെയ്തു. തൊട്ട് തലേ വർഷം ഏതാണ്ട് 5000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ട സുധാകരനാണ് 84,000-ലധികം വോട്ടുകൾക്ക് പിറ്റേ വർഷം ജയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇത്തവണ നടക്കുന്നു. രണ്ട് പാർട്ടികളും അരയും തലയും മുറുക്കി ഈ മണ്ഡലത്തിലുണ്ട്. K. സുധാകരനൊക്കെ പൂർണ്ണ സമയം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു. മറുവശത്ത് ചിട്ടയായ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം മുതൽ നടത്താൻ MV ജയരാജനും ആവുന്നുണ്ട്. കാരണം സിറ്റിംഗ് MP ആണ്, അദ്ദേഹത്തെ അട്ടിമറിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. എന്തായാലും CPM ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം കണ്ണുവയ്ക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് കണ്ണൂരും വടകരയും. ഏതാണ്ട് അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലം പാർട്ടി കോട്ടയായി മാറേണ്ട സ്ഥലം. പക്ഷേ അതിന് ആനുപാതികമായ ഒരു പലപ്പോഴും ഈ മണ്ഡലങ്ങളിൽ ലഭിക്കുന്നില്ല എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. പാർട്ടി അതുകൊണ്ട് ആ പോരായ്മ പൂർണ്ണമായും പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമങ്ങളാണ് കണ്ണൂരിൽ നടക്കുന്നത്. പക്ഷേ BJPക്ക് ഗണ്യമായ സ്വാധീനം ഒരു ഘട്ടത്തിലുമില്ല. നേരത്തെ കിരൺ സൂചിപ്പിച്ചതുതന്നെ 1 ലക്ഷം എന്ന മാർജിനിലേക്ക് എത്താൻ ഇതുവരെ മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടില്ല. സാക്ഷാൽ CKP മത്സരിച്ചപ്പോൾ പോലും അത്തരമൊരു വോട്ടിംഗ് പാറ്റേണിലേക്ക് എത്താൻ BJPക്ക് കഴിയാത്ത മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന, രഘുനാഥിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ BJP ക്യാമ്പിനുണ്ട്. പക്ഷേ യഥാർത്ഥ മത്സരം കോൺഗ്രസും CPM-ഉം തമ്മിലാണ് നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ സജീവമായി കളത്തിലേക്ക് ഇറങ്ങും. തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ, പര്യടനങ്ങൾ, കുടുംബയോഗങ്ങൾ എന്നിവയിലൊക്കെ ഊന്നിയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ബിഗ് ഫൈറ്റുകൾ നടക്കുന്ന സംസ്ഥാനത്തെ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം കൂടിയാണ് രഞ്ജിത്ത്, കണ്ണൂർ. അതാണ് വലിയ പോരാട്ടം നടക്കുന്ന കണ്ണൂരിലെ മണ്ണിലാണ് ഞാൻ കിരണും MS അനീഷ് കുമാറും ഉള്ളത്. കാരണം നമുക്ക് ഇവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നേരത്തെ കിരൺ പറഞ്ഞു വെക്കുകയായിരുന്നു. കൂടുതൽ തവണ UDF-നെ പിന്തുണച്ചിട്ടുണ്ട്. കണ്ണൂരിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുറത്തു നോക്കുന്നവർക്ക് ചുവപ്പ് കോട്ടയാണ് എന്നൊക്കെ പറയുമ്പോഴും, കാരണം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അങ്ങനെ ഒരുപാട് ആളുകൾ സംസ്ഥാനത്തിന് ഉന്നത സ്ഥാനത്തിരിക്കുന്ന നിരവധി ആളുകളെ സംഭാവന ചെയ്തിട്ടുള്ള, ഇപ്പോഴും അങ്ങനെ തന്നെയുള്ള ഒരു മണ്ണുകൂടിയാണ് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. കണ്ണൂരിന്റെ ചരിത്രം മാറ്റിവെക്കാതെ കേരള ചരിത്രം ഒരു കാരണവശാലും എഴുതാനാകില്ല താനും. അത്രത്തോളം പ്രാധാന്യമുള്ള ജില്ലയാണ്. പക്ഷേ രാഷ്ട്രീയമായി ഒരുപാട് തരത്തിലാണ് കണ്ണൂർ പലപ്പോഴും വികാരം പ്രകടിപ്പിക്കുന്നത്. മാറി മാറി ചിന്തിക്കുന്ന മനസ്സുണ്ട് കണ്ണൂരുകാർക്ക്. സ്ഥാനാർത്ഥികളുടെ മികവ് വളരെ പ്രധാനമാണ്. അബ്ദുള്ളക്കുട്ടി അത്ഭുതക്കുട്ടി ആയത് എങ്ങനെയാണ് എന്നിപ്പോഴും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കണ്ണൂരുകാർക്ക് പലപ്പോഴും പല മനസ്സാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഈ കണ്ണൂരിന്റെ ചരിത്രം കഴിഞ്ഞ് നമ്മൾ ഈ സമീപകാലത്തെ പലവിധ രാഷ്ട്രീയ മാറ്റങ്ങൾ നോക്കിയാൽ അബ്ദുള്ളക്കുട്ടി നേരെ BJP-യിലേക്ക് പോകുന്നു. മമ്പറം ദിവാകരനിടയ്ക്ക് ഇവിടെ കോൺഗ്രസ് വഴി മമ്പറം ദിവാകരനിടയ്ക്ക് ഇവിടെ വിമതനായി മത്സരിക്കുന്നു പറയുന്നു. C. രഘുനാഥ് ഇവിടെ NDA-യുടെ സ്ഥാനാർത്ഥിയായി മാറുന്നു. അങ്ങനെ ഈ മാറ്റങ്ങൾക്ക് ഒരുപാട്, ഈ പറഞ്ഞതുപോലെ എതിർപ്പുകൾക്കും ഒക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് അല്ലേ കണ്ണൂർ? യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു NDA സംബന്ധിച്ച് BJP-യെ സംബന്ധിച്ച് ഇവിടെ മുമ്പ് MP ആയിരുന്ന, 2 തവണ MP ആയിരുന്ന അബ്ദുള്ളക്കുട്ടി ആയിരുന്നു കുറെ കൂടി, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത, അല്ലെങ്കിൽ MP ആയിരുന്ന, നേരത്തെ 2 തവണ MP ആയിരുന്ന ഒരു സ്വാധീനമൊക്കെ ഉള്ള ഒരാൾ കൂടിയായിരുന്നു മത്സരിച്ചാൽ കുറെ കൂടി ചിലപ്പോൾ ചിത്രം മാറിയാൻ, അല്ലെങ്കിൽ വോട്ട് കൂടുമോ ഇല്ലയോ എന്നൊക്കെ അവരുടെ തീരുമാനമാണ്, അവർക്ക് അറിയാവുന്നത്. പക്ഷേ കുറെ കൂടി പ്രശസ്തനായ ഒരാൾ, അല്ലെങ്കിൽ ഈ കളത്തിൽ നിൽക്കുമ്പോൾ അബ്ദുള്ളക്കുട്ടിയാണെങ്കിൽ പ്രശസ്തരായ 3 പേരും 3 തലപ്പൊക്കമുള്ള 3 നേതാക്കൾ എന്ന തരത്തിൽ തന്നെ മാറ്റം ഉണ്ടായേനെ. എന്തായാലും ആ തരത്തിലേക്കുള്ളൊരു വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ഇതൊരു അഭിമാന പോരാട്ടമാണ്. മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന പോലെയല്ല. അത് മുന്നണിയുടെ പരാജയമായിട്ടല്ല, ഇതൊരു UDF-ന്റെ പരാജയമോ LDF-ന്റെ പരാജയമോ അങ്ങനെയല്ല വരുന്നത്. കണ്ണൂരിൽ പരാജയപ്പെടുമ്പോൾ അത് CPM-ന്റെ പരാജയമാവും. കണ്ണൂരിൽ K. സുധാകരൻ പരാജയപ്പെട്ടാൽ അത് കോൺഗ്രസിന്റെ പരാജയമാവും. അപ്പോൾ കോൺഗ്രസും കേരളത്തിലെ 2 മുന്നണിയെ നയിക്കുന്ന 2 പ്രധാനപ്പെട്ട പാർട്ടികൾ, ഈ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ അവരുടെ ഏത് വിധേനയും പിടിച്ചെടുക്കണം അല്ലെങ്കിൽ നിലനിർത്തണം എന്ന് ഏറ്റവും വാശിയുള്ള ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ. K. സുധാകരനെ പോലെ ഒരു KPCC അധ്യക്ഷൻ തന്നെ പരാജയപ്പെട്ടാൽ
സ്വാഭാവികമായും അത് കോൺഗ്രസ് മറ്റെവിടെയൊക്കെ ജയിച്ചാലും KPCC അധ്യക്ഷൻ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു നാണക്കേട് വലുതാണ്. CPM-നെ സംബന്ധിച്ച് CPM-ന് ഇപ്പോഴും കണ്ണൂർ പിടിക്കാൻ നിങ്ങൾ കഴിയുന്നില്ല. കെ സുധാകരൻ CPM ഏറ്റവും കൂടുതൽ എതിർക്കുന്ന, പ്രത്യേകിച്ച് പിണറായി വിജയൻ CPM-ന്റെ എന്ന് പറയുന്നത് അതിപ്പോൾ KPCC അധ്യക്ഷനായാലും അല്ലാത്തപ്പോഴും ഒക്കെ കെ സുധാകരനെയാണ്. മറ്റു നേതാക്കളൊന്നും ആ കെ സുധാകരൻ പിണറായി വിജയൻ ഫൈറ്റ് എന്നൊക്കെ പറയുന്നത് എത്രയോ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ഫൈറ്റാണ്. അപ്പോൾ ആ ഫൈറ്റിൽ കെ സുധാകരൻ വിജയിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് CPM-നായാലും ഈ പിണറായി വിജയനായാലും പോലും അതിൽ ഒരു നാണക്കേടുണ്ട്. അപ്പോൾ രണ്ടു ഭാഗത്തും കെ സുധാകരൻ ജയിച്ചാലും തോറ്റാലും കോൺഗ്രസിനായാലും CPM-നായാലും രാഷ്ട്രീയ മത്സരം എന്നതിനപ്പുറത്തേക്കൂടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു അഭിമാന പോരാട്ടം എന്നതുകൂടി ഇതിൽ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ എന്ന ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിന്റെ രാഷ്ട്രീയത്തോട് കൂടുതൽ ആളുകൾക്ക് താല്പര്യം വരുന്നതും ഇവിടെ എങ്ങനെയാണ് ചിന്തിക്കുന്നതൊക്കെ ആളുകൾ ചിന്തിക്കുന്നതും. ഏറ്റവും താഴെ തട്ടിലടക്കം രണ്ടിടത്തും പ്രവർത്തനങ്ങൾ കുറെ കൂടി, എനിക്ക് തോന്നുന്നു മറ്റു മണ്ഡലങ്ങളെക്കാൾ പ്രവർത്തനങ്ങൾ കുറെ കൂടി സജീവമാകുന്ന, ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കെ സുധാകരൻ കേരളം മുഴുവൻ ഓടി നടന്ന് വർക്ക് കോർഡിനേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കേരളത്തെ മുഴുവൻ 20 സീറ്റും ജയിക്കണം എന്ന് പറയുമ്പോൾ 20 സീറ്റിലേക്കും ഓടിയെത്തേണ്ട ആളാണ് കെ സുധാകരൻ. പക്ഷെ അദ്ദേഹം കണ്ണൂർ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ നിൽക്കേണ്ടി വരുന്നത് കെ സുധാകരൻ അറിയാം മറ്റിടത്തെങ്കിലും ജയിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് KPCC അധ്യക്ഷൻ തന്നെ മത്സരിച്ചിട്ട്. നേരത്തെ കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങി വെച്ചതുപോലെ സുധാകരന്റെ വിശ്വസ്തരായ പലരുടെയും പേരുകൾ കേട്ടിരുന്നു. ഇവിടെ അവരൊക്കെ സ്ഥാനാർത്ഥികളാകുന്ന ചിലരൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ കോൺഗ്രസിന്റെ ജാതി ഈ പ്രത്യേക സമവാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചില പേരുകൾ, സിദ്ദിഖിനെ പോലുള്ള ആളുകളുടെ പേരുകൾ പോലും കേൾക്കുന്ന രീതിയുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും ഒടുവിൽ സുധാകരനിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് കെ സുധാകരൻ തന്നെ മത്സര സന്നദ്ധ, അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ചിലരുടെ പേരുകളൊക്കെ വെച്ചിരുന്നു. പക്ഷെ അത് മത്സരം അത് അംഗീകരിക്കപ്പെട്ടില്ല. നമുക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥി MV ജയരാജൻ ഇങ്ങോട്ട് കടന്നു വരികയാണ്. അദ്ദേഹം രാവിലെ എനിക്ക് മനസ്സിലാക്കേണ്ടതല്ലേ, ഇവിടെ പ്രഭാത നടത്തമുണ്ടാകും. പിന്നെ നമ്മുടെ ഒരു ക്ഷണവും കൂടെ ഇന്ന് പ്രധാനമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നു, നമ്മളോട് സംസാരിക്കും കുറച്ച് സമയം. അദ്ദേഹം വലിയ പ്രചരണ രംഗത്താണ്. നമസ്കാരം. സാധാരണ ഈ ബീച്ചിൽ ഒരു നടത്തമൊക്കെ ഒരു പതിവാണോ ഇലക്ഷന്റെ തിരക്കില്ലാത്ത സമയത്ത്? അല്ല, ബീച്ചിലല്ല, നടത്ത നാട്ടിലാണ്. അതെ, നടത്ത ഇപ്പൊ കുറച്ചു നാളായി മുടങ്ങി. ഈ ഇലക്ഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ നാട്ടിലൊരു റോഡ് വഴി AKG. എത്ര സമയം ഉണ്ടാവും നടത്തം? അതൊരു മണിക്കൂറോളം. രാവിലെ ഒരു 5-5:15 പുറപ്പെട്ട 6-6:15 അതുവരെയുള്ളൊരു നടപ്പ്. മറ്റെന്തൊക്കെയാ ഇത് നടത്തമല്ലാതെ യോഗ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ഉണ്ടോ? അത് മുമ്പുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, പക്ഷെ ഇപ്പം നടത്തം മാത്രമേ ഉള്ളൂ. ജില്ലയുടെ ചുമതലയായി കഴിഞ്ഞപ്പോൾ അതിന് സമയം കിട്ടുന്നില്ല. അതെ. എങ്ങനെയുണ്ട് രാഷ്ട്രീയം? ഇപ്പം വലിയൊരു കളത്തിലാണല്ലോ, വലിയൊരു പോരാട്ട സ്ഥലത്താണല്ലോ. എങ്ങനെയുണ്ട് പൊതുവെ ഇത്രയും ദിവസത്തെ ഒരു പ്രചാരണത്തിന്റെ നോക്കിയെടുക്കുമ്പോൾ? അല്ല, തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതിൽ ജനങ്ങൾ പ്രധാനമായി രാഷ്ട്രീയ നയവും വികസനവുമാണ് നോക്കുക. ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സ്ഥിതിയാണ്. ഇന്നിപ്പോൾ വിഷൻ കോൺക്ലേവ് എന്ന പേരിൽ കണ്ണൂരിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നത് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ നടത്തുന്നുണ്ട്. അപ്പം അതിലൂടെ നമുക്ക് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലും കണ്ണൂർ ജില്ലയിലും കേരളത്തിലും വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി സങ്കുചിത ചിന്തകളില്ലാതെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടാക്കാൻ കഴിയും. ഒരു കരട് രേഖ അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് അത് സമഗ്രമാക്കും. ഈ നയം ഇടതുപക്ഷം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഒക്കെ നടപ്പാക്കിയതാണ്. അതിന് വലിയ പ്രയോജനമുണ്ട്. അപ്പോൾ ആ പ്രയോജനം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ വികസന കാര്യങ്ങളിൽ മാനിക്കുക. ഈ ജനകീയാസൂത്രണം, അധികാര വികേന്ദ്രീകരണം ഇവ കേരളത്തിൽ നടപ്പാക്കുന്ന സമയത്ത് EMS ആണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്. മാത്രമല്ല 57 EMS സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും ഈ കാഴ്ചപ്പാടായിരുന്നു ഇടതുപക്ഷത്തിനുണ്ടായത്. ഇത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നത്. കണ്ണൂരിൽ എന്തെല്ലാം വികസന പദ്ധതികൾ നമുക്ക് നടപ്പാക്കാനുണ്ട്.
അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ എന്തെല്ലാം വിഷയങ്ങൾ കൊണ്ടുവരണം, അത് സംബന്ധിച്ച് വ്യക്തമായ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുക. അത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിട്ടത് മാറും. ഈ കണ്ണൂരിലെ ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ വികസനത്തിനൊപ്പം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവർ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്? അതിലൊന്ന് നമ്മുടെ മതനിരപേക്ഷ ഭരണഘടനയെ തകർക്കപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ആ ഇഫ്താർ സംഗമത്തിൽ ഞാനൊരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നമ്മളിവിടെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ ഒത്തുകൂടുകയാണ്. എന്നാൽ ഇങ്ങനെ നമുക്ക് ഒത്തുകൂടാൻ കഴിയാത്ത ചില പ്രദേശങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഗുജറാത്ത്, UP പോലെയുള്ള ഭാഗങ്ങൾ. ഒരു സാമൂഹ്യ നോമ്പ് തുറ കേരളത്തിൻ്റെ ഒരു സംസ്കാരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനവുമായ കടമ ഇതിന് ഇടയാക്കുന്ന മതനിരപേക്ഷത തകർക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന അവർക്കെതിരായി ഒന്നിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് പൗരത്വ ഭേദഗതി നിയമം. മതാടിസ്ഥാനത്തിൽ പൗരത്വം, അതാണ് ആ നിയമത്തിൻ്റെ പ്രത്യേകത. അത് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന അടിസ്ഥാന പ്രമാണങ്ങളുടെ ലംഘനമാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനെയൊരു നിയമം കൊണ്ടുവന്നപ്പോൾ തുടക്കം മുതൽ തന്നെ അതിനെ എതിർത്ത ഒരു കൂട്ടരാണ് ഇടതുപക്ഷം. മാത്രമല്ല കേരള സർക്കാരും മുഖ്യമന്ത്രിയും ആവർത്തിച്ചു പറഞ്ഞു ഈ ഭരണഘടനാ വിരുദ്ധമായ നിയമം നടപ്പാക്കില്ല. എന്നാൽ കോൺഗ്രസ് അക്കാലത്ത് സ്വീകരിച്ച സമീപനം പാർലമെന്റ് പാസാക്കിയ നിയമം നടപ്പാക്കേണ്ടി വരുമല്ലോ. അന്ന് കേരളം ഒറ്റക്കായിരുന്നു. ഇന്ന് തമിഴ്നാടും ബംഗാളും അതിൻ്റെ കൂടെ ചേർന്നു. അപ്പോൾ പിന്നെ ആ ഭരണഘടനാ വിരുദ്ധമായ നിയമം അവരും നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കേണ്ടി വരില്ലേ. അതിലാണെങ്കിൽ ഈ തമിഴ്നാട്ടിൽ കോൺഗ്രസ് കൂടിയുള്ള ഒരു മുന്നണിയാണ്. അപ്പോൾ പിന്നെ ആ മുന്നണി സ്വീകരിച്ച ഭരണഘടനാ വിരുദ്ധമായ നിയമം നടപ്പാക്കില്ലെന്നുള്ള നിലപാടിനെ ഇവർ പരിഹസിക്കുകയല്ലേ. മാത്രമല്ല ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നം എന്താ? ഈ ഭരണഘടനാ വിരുദ്ധമായ നിയമം അംഗീകരിച്ചു പോവുകയാണെങ്കിൽ നാളെ റേഷൻ മതാടിസ്ഥാനത്തിലാവും. ഇതൊരു ഗൗരവമായ പ്രശ്നമാണ്. ജാതിയും മതവും നോക്കിയിട്ടല്ല പൗരത്വമോ ജനങ്ങളുടെ കാര്യങ്ങളോ നിർണ്ണയിക്കുക. കിരൺ ചോദിക്കാം. ഈ ഇവിടെ പ്രധാനമായും രാഷ്ട്രീയ എതിരാളി ഒരു പ്രധാന വിഷയം കൂടിയാണല്ലോ. കെ സുധാകരനാണ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ മറ്റേത് മണ്ഡലത്തിലേക്കാളും KPCC അധ്യക്ഷൻ തന്നെ ഇവിടെ മത്സരിക്കുന്നു. പ്രത്യേകിച്ച് കണ്ണൂരിലെ CPM-ഉം കെ സുധാകരനും തമ്മിലുള്ള ഒരു ഫൈറ്റ്, അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള വ്യക്തിപരമായ രീതിയിൽ കൂടി കേരളം ശ്രദ്ധിക്കുന്ന ഒരു ഫൈറ്റാണ്. അതിനെ അങ്ങനെ ഒരു പോരാട്ടത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇടതുപക്ഷം ഒരിക്കലും കോൺഗ്രസ് ആയിട്ടോ BJP ആയിട്ടോ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ശണ്ട കൂടാറില്ല. അത് രാഷ്ട്രീയമാണ്, നയപരമാണ്, വികസനപരമാണ്. ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനമല്ല വലതുപക്ഷത്തിൻ്റെ സമീപനം. നമ്മളിപ്പോൾ കേരളത്തിൽ ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള പരിശ്രമം നടത്തുമ്പോൾ കേരളത്തെ വികസന മുരടിപ്പിലേക്ക് നയിക്കുന്നതാണ് വലതുപക്ഷ സമീപനം. അക്കാര്യത്തിൽ BJP-യും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് വ്യക്തിപരമായി ഇതിനെ ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഇന്നലെ ഇദ്ദേഹത്തെ UDF സ്ഥാനാർത്ഥിയെ ഒരു ചടങ്ങിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹം വ്യക്തിപരമായൊരു ശത്രുവായി തോന്നാത്തതുകൊണ്ട് വ്യക്തിപരമായ ഒരു സൗഹൃദവും സംസാരവും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് വ്യക്തിപരമായി ഉണ്ടാകുമല്ലോ. ഏത് മനുഷ്യരുമായിട്ട് വ്യക്തിപരമായി സൗഹൃദം ജനങ്ങൾക്കറിയുന്ന അങ്ങനല്ല, വലിയ എതിരാളികളാണ് എന്ന രീതിയിലാണ്. വ്യക്തിപരമായി അവർക്കെന്തെങ്കിലും ഞങ്ങളോട് ശത്രുതയുണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ EP ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് പണവും ആയുധവും കൊടുത്തു വിട്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ വലതുപക്ഷത്തുണ്ടാകാം. എന്നാൽ ഇടതുപക്ഷം അങ്ങനെയല്ല. വ്യക്തിപരമായ വിരോധം മൂലമാണല്ലോ ഒരു ചെത്തുതൊഴിലാളിയുടെ മകനാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായി തുടർച്ചയായി പറയുന്നത്. UDF-നോടൊപ്പം നിൽക്കുന്നവർ പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞു അത് ശരിയായില്ല. അപ്പം ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധവും എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടവരോടില്ല. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേകത. വ്യക്തിപരമായി ജയരാജന്റെ മാത്രം സവിശേഷതയല്ല. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടവരോട് സൗഹൃദമാണ്. ഇത് വ്യക്തിപരമായി. രാഷ്ട്രീയ സൗഹൃദം എന്നത് നയപരമായി ഉണ്ടാവേണ്ടതാണ്. വ്യക്തി സൗഹൃദം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്.
മാത്രമല്ല നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വെറുപ്പിന്റെ രാഷ്ട്രീയം ശക്തിപ്പെടുത്താൻ നോക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തിനാണ് ഇങ്ങനെയുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രതികരണം നടത്തുന്നത്? ഇപ്പം ചെത്തുകാരന്റെ മകനാണെന്ന് മുഖ്യമന്ത്രി ആക്ഷേപിക്കുക വഴി മുഖ്യമന്ത്രി അദ്ദേഹത്തിന് എതിരായി മറ്റു ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കാമല്ലോ. മുഖ്യമന്ത്രി ഇതുവരെ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിച്ചില്ലല്ലോ. അത് മുഖ്യമന്ത്രിയുടെ മാന്യതയാണ് തെളിയിക്കുന്നത്. അപ്പോൾ വ്യക്തിവിരോധമല്ല, രാഷ്ട്രീയ നയങ്ങളിൽ ലണ്ടൻ കോളേജിലെ പോരാട്ടമൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം നടത്തിയ നീക്കങ്ങളെ കുറിച്ചാണ്. അതെല്ലാം ചരിത്രത്തിലുണ്ട്. അത് ഇപ്പോഴായാലും അപ്പോഴായാലും കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധത്തിന്റെ സമീപനം ആരുമായിട്ട് സ്വീകരിക്കാറില്ല. ഞങ്ങൾ സ്നേഹത്തിന്റെ രാഷ്ട്രീയക്കാരാണ്, വെറുപ്പിന്റെ രാഷ്ട്രീയക്കാരല്ല. ഈ MP-യുടെ പ്രവർത്തനം അല്ലേ സ്വാഭാവികമായും അതാ കണ്ണൂരിന്റെ വികസനം, പ്രത്യേകിച്ച് ആദ്യം തന്നെ കണ്ണൂരിന്റെ വികസനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ സാധാരണ പൊതിഞ്ഞു പറയുന്ന ചില കാര്യങ്ങളിൽ നിലവിലുള്ള MP അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയില്ല എന്നതുകൂടി ഉണ്ടോ അതിൽ? അല്ല, സത്യമാണല്ലോ അത് ഞങ്ങളല്ല ജനങ്ങളോട് ആദ്യം പറഞ്ഞത്. ഞങ്ങൾ 18 MP ആടെ പോയി കളക്കാനാണോ എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റാണ്, ഞങ്ങളല്ല. അപ്പോ തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് ജനങ്ങളുടെ മുമ്പിൽ ഒരു കുറ്റസമ്മതം പോലെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മലയോര മേഖലയിൽ ഈ പ്രശ്നങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നത് കോൺഗ്രസ്സുകാരും ലീഗുകാരുമാണ്, മറ്റുള്ളവരല്ല. അവരുടെ അണികൾ പറഞ്ഞു, നിങ്ങൾ അന്ന് ജയിച്ചു പോയതാണ്, പിന്നെ കണ്ടിട്ടില്ല. മാത്രമല്ല, നിങ്ങൾ ഈ റോഡ് ചൂണ്ടിക്കാട്ടിയിട്ടാണ് അവർ പറയുന്നത്. ഈ റോഡ് നിങ്ങൾ ഗതാഗത യോഗ്യമാക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ്, 5 വർഷത്തിനിടയിൽ ഒന്നും ചെയ്തില്ല. ഇങ്ങനെ വിവിധ കാര്യങ്ങൾ അവർ എണ്ണി പറയുകയാണ്. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യം എന്താ, ഞങ്ങളിപ്പോഴും UDF തന്നെയാണ്, പക്ഷേ നിങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല. അതിന് ഇന്നത്തെ പാർലമെന്റ് രേഖകൾ ഉദാഹരണമായി ഇടതുപക്ഷം പറയുന്നു എന്ന് മാത്രം. അത് ആകെ MP ഫണ്ടിന്റെ 27% മാത്രമാണ് വിനിയോഗിച്ചത്, 4.59 കോടി. അതാവട്ടെ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിനിയോഗമാണ്, ധനവിനിയോഗമാണ്. അതോടൊപ്പം മുൻ LDF MP ശ്രീമതി ടീച്ചർ 5 വർഷം MP ആയപ്പോൾ 98% വിനിയോഗം. അപ്പോൾ അതിന്റെ 1/3 പോലും ഈ 5 വർഷം MP ഫണ്ട് ചെലവായിട്ടില്ല. ഈ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിലുണ്ട്. മാത്രമല്ല, ലോകസഭയിൽ 51% ഹാജർ, ശ്രീമതി ടീച്ചർ 95% ഹാജർ. ഈ താരതമ്യം ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതൊക്കെ വിലയിരുത്തപ്പെടുമെന്നുള്ളതാണല്ലേ? തീർച്ചയായും അത് വിലയിരുത്തപ്പെടുമെന്ന് മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സാധാരണക്കാരായ പ്രവർത്തകരുടെ ഇടയിലാണ് വിമർശനപരമായി ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളുടെ ഇടയിലുള്ള കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സവിശേഷമായൊരു ചർച്ച, ഒരു മാറ്റം വേണം എന്നതാണ്. മറ്റൊരു കാര്യം, ഈ BJP-യുടെ ഒരു പ്രചരണം സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും അവർ ശക്തരായ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. ഇവിടെയും കോൺഗ്രസ് വിമതരാണ് സ്ഥാനാർത്ഥി. ഈ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ പ്രതിനിധികൾ ഇവിടുന്ന് പോകാതെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ പോയാൽ മണ്ഡലത്തിൽ എന്ത് വികസനം ഉണ്ടാകുമെന്ന ചോദ്യത്തോടുകൂടിയാണ് ഇവർ പല സ്ഥലങ്ങളിലും ആളുകളെ പ്ലേസ് ചെയ്യുന്നതും വലിയ പ്രചരണം നടത്തുന്നതും. അപ്പോൾ നമ്മളിപ്പോൾ LDF-ന്റെ UDF-ന്റെ ഒരു MP പാർലമെന്റിലേക്ക് പോയിട്ട് മണ്ഡലത്തിൽ എന്ത് ഗുണമുണ്ടാകുമെന്ന ചോദ്യം അത് പ്രസക്തമല്ലേ? കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് BJP-യാണ്. ഭൂരിപക്ഷം MP-മാരും BJP-യുടേതാണ്, BJP മുന്നണിയുടേതാണ്. പട്ടിണി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ 121 രാജ്യങ്ങളിൽ 111-ാമതാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ കൂടുതൽ പട്ടിണി ഇവിടെയാണ്. 45 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടിയ തൊഴിലില്ലായ്മ BJP ഭരണത്തിന് കീഴിലാണ് ഉണ്ടായത്. അവർ കോർപ്പറേറ്റ് വികസനമാണ് നടപ്പാക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. അദാനിയുടെ മകന്റെ വിവാഹത്തിന് ഒരു ലോക്കൽ വിമാനത്താവളത്തെ അന്താരാഷ്ട്ര പദവി നൽകി വിദേശ രാജ്യങ്ങളിലെ സമ്പന്നന്മാർക്ക് ഇവിടെ വരാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി പോലും നൽകിയിട്ടില്ല. അത് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ നേതൃത്വത്തിൽ LDF-ന്റെ ഒരു പ്രതിനിധി സംഘം ഡൽഹിയിൽ പോയതാണ്. കേന്ദ്രമന്ത്രിമാരെ പലരെയും നേരിട്ട് കണ്ടതാണ്. അപ്പോൾ കേരളത്തോട് സ്വീകരിക്കുന്ന അവരുടെ സമീപനം മാറ്റാതെ ഞങ്ങൾ MP ആയാൽ വികസനം നടക്കും എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അവരുടെ വികസനം സമ്പന്നന്മാരുടെ വികസനവും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നയവുമാണ്. ഈ കേരളത്തിലെ AK ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പാർട്ടി ചിഹ്നവുമായി ബന്ധപ്പെട്ട് ചിഹ്നം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും. നീരാളിയും ഒക്കെ ചിഹ്നം
വരാം എന്ന് പറയുന്നത് ഇതൊരു അനവസരത്തിലുണ്ടായ ഒരു പ്രസ്താവനയായി കാണുന്നു. അല്ല, ചിഹ്നം കൂടുതൽ സ്ഥാനാർത്ഥികൾ അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് മത്സരിക്കുക എന്ന കാഴ്ചപ്പാടേ അതിലുള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് ചിഹ്നത്തെ മോശമായി ചിത്രീകരിക്കലോ ചിഹ്നത്തിന് സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയമോ അല്ല അതിൻ്റെ പിന്നിൽ. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് പലരും പറഞ്ഞിരുന്നു. എ.കെ. ആന്റണി പറഞ്ഞല്ലോ, ഇനി 100 കൊല്ലത്തേക്ക് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടവർ ചില നീക്കങ്ങൾ നടത്തി എന്നതല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരായ ആരും ഇടതുപക്ഷക്കാരായ ആരും ഇപ്പോൾ അവർക്ക് ആയുധം കൊടുത്തത് ഇടതുമുന്നണിയിൽ തന്നെയാണ്. അതല്ല അതിന്റെ സെൻസ്. അത് ബേക്കബാലൻ തന്നെ വ്യക്തമാണ്. 11 MP-മാരെങ്കിലും വേണം ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ. അത് കേരളത്തിന് നല്ല സംഭാവന നൽകേണ്ടി വരും എന്നുള്ളതാണ്. അതാ പോസിറ്റീവ് സെൻസിലാണ് ഞങ്ങളും കാണുന്നത്. യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ MP-മാർ കേരളത്തിൽ നിന്ന് ഉണ്ടാവും. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിൽ ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട. ഒരു കേരളത്തിൽ പൊതുവെ കാണുന്നത് എപ്പോഴും പ്രത്യേകിച്ച് CPM കാണുന്നത് CPMന്റെ ഏറ്റവും വലിയ കോട്ടയാണ് കണ്ണൂർ എന്നാണ്. പക്ഷേ കണ്ണൂരിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം, തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കണ്ണൂരിന് അങ്ങനെ ഒരു കോട്ടയായി നിൽക്കാൻ കഴിയുന്നില്ല. മറ്റു പല മണ്ഡലങ്ങളും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും കണ്ണൂരിൽ എല്ലാ അങ്ങനെ കോട്ടയായി നിൽക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് കണ്ണൂരിൽ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം വരുമ്പോൾ പാർട്ടിയുടെ ഒരു ശക്തിക്ക് അനുസരിച്ച് ഉള്ള ഒരു വിജയം പലപ്പോഴും ഇല്ലാതായി പോകുന്നത്? 2019 സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. ആ സാഹചര്യമല്ല ഇപ്പോൾ. 2019 ശേഷം നടന്ന വിവിധ തെരഞ്ഞെടുപ്പുകളിൽ, ഉദാഹരണത്തിന് ഉടൻ നടന്ന 1 വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു ഇലക്ഷനാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതിൽ UDF കാലാകാലങ്ങളായി ഏതാണ്ട് 10-40 വർഷത്തോളമായി ഭരിച്ചിരുന്ന ഗ്രാമപഞ്ചായത്ത് അടക്കം 5 ഗ്രാമപഞ്ചായത്തുകൾ ഇടതുപക്ഷം പിടിച്ചെടുത്തു. മറ്റുള്ളത് നിലനിർത്തുകയും ചെയ്തു. അതോടൊപ്പം തൊട്ടടുത്ത വർഷം നടന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനു മുമ്പ് 4-3 ഇടതുപക്ഷത്തിന് 4, UDF-ന് 3. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? 5-2 5-2 എന്നുള്ളത് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷം 94,000-ൻ്റെതാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി 1,28,000 ഭൂരിപക്ഷം LDF-നായി. ഇപ്പൊ ഫലത്തിൽ 2 ലക്ഷത്തിലധികം ഇടതുപക്ഷ വോട്ടുകൾ വർദ്ധിച്ചതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇനി അതിനുശേഷം നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളോ, ഏറ്റവും ഒടുവിൽ നടന്ന ഫെബ്രുവരിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഇടതുപക്ഷത്തിന് UDF-ന്റെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ജനവികാരം. 2019 അന്നത്തെ പ്രത്യേക സാഹചര്യം, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, പിന്നെ ഡൽഹിയിൽ ഇടതുപക്ഷം പോയാലും രാഹുൽ ഗാന്ധിനെയാണ് പ്രധാനമന്ത്രിയാക്കുക എന്നുള്ളതെല്ലാമുള്ള പ്രചരണം UDF-ന് അനുകൂലമായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയേ തന്നെ ഇല്ല. രാഹുൽ ഗാന്ധി മണ്ഡലം തീരെ ശ്രദ്ധിച്ചില്ല എന്നുള്ള ആക്ഷേപം കോൺഗ്രസുകാർ തന്നെ പറയുകയാണ്. എല്ലാ സ്വപ്നങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പൊലിഞ്ഞുപോയതാണ്. അതുകൊണ്ട് 2019 അല്ല 2024, 2024 2004 എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ BJP-യെ തടയാൻ ഇടതുപക്ഷത്തിനേ കഴിയുകയുള്ളൂ എന്ന ബോധ്യം ജനങ്ങളിലുണ്ട്. പക്ഷേ ഈ കോൺഗ്രസിനെ കൂടെ ചേർത്തല്ലേ ദേശീയ തലത്തിൽ BJP-യെ തടയാൻ കഴിയും? കോൺഗ്രസ് ആയിട്ട് നിൽക്കുവോ? കോൺഗ്രസ് BJP പോകില്ല എന്ന് ഉറപ്പുണ്ടാ? ഇന്നലെയല്ലേ പൈവളിക്കയില്, എന്താ പൈവളിക്കയില് നടന്നത്? LDF-ന്റെ പ്രസിഡന്റ്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? എന്താ കോൺഗ്രസുകാർ ചെയ്തത്? BJP-ന്റെ ഒപ്പം ചേർന്ന് അവിശ്വാസ പ്രമേയം അവിടെ അവതരിപ്പിച്ചില്ലേ? ലീഗുകാർ മാറിയില്ലേന്ന്. അപ്പൊ കോൺഗ്രസ് ആദ്യം കോൺഗ്രസായി നിൽക്കുമോ നോക്കട്ടെ. 25 നേതാക്കന്മാരാണ് ഇതിനകം കോൺഗ്രസ് വിട്ട് BJP ചേർന്നത്. അല്ല, കോൺഗ്രസ് ഇല്ലാതെ എങ്ങനെ ഒരു ദേശീയ തലത്തിൽ BJP-യോട് പോരടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. CPM-ന് എന്തായാലും ഒറ്റയ്ക്കാനുള്ള സാഹചര്യമില്ല. ഇടതുപക്ഷങ്ങൾ ചേർന്നാലും സാധ്യതയില്ല. കോൺഗ്രസിനെ അപ്പം അങ്ങനെ അപ്രസക്തമാക്കാൻ പറ്റുമോ? കോൺഗ്രസ് ഇതര മതനിരപേക്ഷ കക്ഷികൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കിയാൽ അതിശക്തമാണിപ്പോ. അന്ന് ഇന്ത്യ ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കുന്നത് തന്നെ പ്രധാനമായും പ്രാദേശിക കക്ഷികളല്ലേ. അപ്പൊ മതനിരപേക്ഷ നിലപാടുള്ള ജനാധിപത്യ ശക്തി കക്ഷികളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോൺഗ്രസിന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് കാരണം കോൺഗ്രസിന്റെ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കന്മാർ പലരും BJP-യിലെത്തിയില്ലെന്ന്. കേരളത്തിൽ തന്നെ A.K. ആന്റണിയുടെ മകൻ പോയില്ലേ, കരുണാകരന്റെ മകള് പോയില്ലേ.
ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയല്ലേ. ഇങ്ങനെ എത്ര പേരാ? അതുകൊണ്ട് കോൺഗ്രസ് ആയിട്ട് തന്നെ നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും മൂല്യങ്ങളിൽ നിന്ന് കോൺഗ്രസ് വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാദ്യം അവർ തിരുത്തി അവരുടെ അണികളെ അവരോടൊപ്പം നിർത്തട്ടെ, എങ്കിലല്ലേ കോൺഗ്രസ് ആണെന്ന് പറയാൻ കഴിയുള്ളൂ. ഈ EDയുടെ ഭീഷണി കേരളത്തിൽ അവരുടെ ഒരു വട്ടം ചുറ്റിലൊക്കെ അവസാനിച്ചു. ഏതാണ്ട് അത് അങ്ങനെ ഒരു മട്ടാണ് കാണുന്നത്. ED അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണല്ലോ കെജ്രിവാൾ ഇപ്പൊ ജയിലിലെത്തിയത്. കെജ്രിവാൾ ജയിലിലെത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത എത്ര കുതന്ത്രമാണ്. കെജ്രിവാളിനെ ജയിലിലെത്തിക്കാൻ വേണ്ടി BJP ഒരാളെ പിടിക്കുകയാണ്, അതും പ്രതിയായ ഒരാളെ. അയാളെ പ്രതിയാക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഇല്ലാത്ത അഴിമതി കേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അയാളെ പ്രതിയാക്കുന്നതിന് മുമ്പ് BJPക്കാർ പലതും അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പ്രതിയായതിനു ശേഷം 34.5 കോടി രൂപ BJPയുടെ ഇലക്ടറൽ ബോണ്ടിലൂടെ BJPക്ക് കള്ളപ്പണം നൽകി. പിന്നീട് അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിന്ന് പോവുകയാണ്, കള്ളസാക്ഷിയാവുകയാണ്. മാപ്പുസാക്ഷി എന്ന് പറയാൻ പറ്റൂല അതിന്, നിയമത്തിന്റെ മുമ്പിൽ മാപ്പുസാക്ഷി, പക്ഷേ യഥാർത്ഥത്തിൽ കള്ളസാക്ഷിയാണ്. അപ്പൊ ആ കള്ളസാക്ഷിയായ ആള് ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. അയാൾ ആ മൊഴി കൊടുത്തിട്ടില്ലെങ്കിൽ കെജ്രിവാളിനെ കേസിൽ പെടുത്താൻ പറ്റുമോ? അപ്പോൾ രണ്ട് കാര്യമാണ് ED ചെയ്തത്. ED ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി മാറി, രണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ED BJPയുടെ അതേ രാഷ്ട്രീയം പ്രയോഗിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയായി മാറി. ഈ പുതിയ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രീതികളിലൊക്കെ പഴയ കാലത്തേക്കാൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. എങ്ങനെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ കുറച്ചുകൂടി ഒന്ന് സമീപിക്കുന്നത്? അല്ല, സോഷ്യൽ മീഡിയ വളരെ പ്രധാനമാണ്. ആ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനങ്ങൾ നല്ലതുപോലെ നടക്കുന്നുണ്ട് മണ്ഡലത്തിൽ. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ആശയപ്രചരണം നടത്തുന്നുണ്ട്, നയങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പര്യടന പരിപാടിയും അതിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുമൊക്കെ LDFന്റെ സോഷ്യൽ മീഡിയ ടീം ജനങ്ങളിലെത്തിക്കുന്നുണ്ട്. നന്ദി. ഏതായാലും ഇത്രയധികം സമയം, താങ്കളുടെ വിലയേറിയ സമയമാണ് നമുക്കറിയാം. കാരണം തെരഞ്ഞെടുപ്പ് അല്ലേ, തെരഞ്ഞെടുപ്പ് ഒരു വലിയ ഞങ്ങൾക്ക് ചെലവഴിച്ചതിന് പ്രേക്ഷകർക്ക് നന്ദി. ഇന്ന് മുഴുവൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. വൈകിട്ട് ഞങ്ങളുടെ ഗോധ എന്ന പരിപാടി ഇവിടെ കണ്ണൂരാണ്. നമ്മുടെ 3 ജനങ്ങൾ കൂടി പങ്കെടുക്കും. അപ്പൊ ഗോതയിലേക്ക് ഇറങ്ങാം. അതെ, ഗോതയിലേക്ക് ഇറങ്ങാം. ശരി, താങ്ക് യു. അപ്പോൾ നമുക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ തിരക്കുകൾക്കിടയിലാണ് നമ്മളോടൊപ്പം ഇത്രയധികം സമയം ചിലവഴിച്ചത്. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് വരണം വളരെ പെട്ടെന്ന്, ഇടവേളയ്ക്ക് ശേഷം. രാജ്യം അത്തരമൊരു പ്രതികരണം നടത്തുകയും ചെയ്തു. അപ്പോൾ SB ഇത് കള്ളക്കളിയാണ്. തയ്യാറാകുമോ? അങ്ങനെ വരുൺ ഗാന്ധി SPയുടെ കൂടി പിന്തുണയോടുകൂടി മത്സരിക്കുമോ അതോ സ്വതന്ത്രനായി മത്സരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. ഏതായാലും ഒരു ഔദ്യോഗികമായ പ്രതികരണം വരുൺ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഉടൻ തന്നെ ഉണ്ടാകേണ്ടതാണ്. സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ 2-3 ദിവസം അകം തന്നെ അത്തരമൊരു പ്രഖ്യാപനം സ്വാഭാവികമായും നടത്തേണ്ടതാണ്. കാരണം ആദ്യഘട്ടത്തിലാണ് പിലിഭിത്ത് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ UPയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി 28-ാം തീയതി അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു നീക്കമുണ്ടെങ്കിൽ വരുൺ ഗാന്ധിയുടെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ സ്വാഭാവികമായും വരുൺ ഗാന്ധിയുടെ പ്രതികരണം ഉണ്ടായേക്കാം. ഏതായാലും വരുൺ ഗാന്ധിക്ക് സീറ്റ് ഉണ്ടായേക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചതാണ്. പ്രത്യേകിച്ച് മോദി സർക്കാരിനെതിരെ പല വിഷയങ്ങളിലും നിലപാടെടുത്തിരുന്ന നേതാവാണ് വരുൺ ഗാന്ധി. കർഷക സമരമടക്കമുള്ള വിഷയങ്ങൾ, ലഖിംപൂർ കേരിയിലെ വാഹനം ഓടിച്ചു കയറ്റിയ സംഭവം തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ വിമർശിച്ചുകൊണ്ട് വരുൺ ഗാന്ധി രംഗത്ത് വന്നിരുന്നു. ഒപ്പം യോഗി സർക്കാരിനെതിരെയും വരുൺ ഗാന്ധിയുടെ ഭാഗത്ത് വിമർശനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ട് ഒരു പട്ടിക ഇപ്പോൾ BJP പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മേനക ഗാന്ധിക്ക് വീണ്ടും സീറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. പിലിഭിത്തിൽ ഏതായാലും വരുൺ ഗാന്ധിക്ക് സീറ്റില്ല. കാരണം മേനക ഗാന്ധിയും വരുൺ ഗാന്ധിയും ഏറെക്കാലമായി BJPക്കൊപ്പമുള്ള നേതാക്കളാണ്. പ്രത്യേകിച്ച് BJPയിലെ ഗാന്ധി കുടുംബാംഗങ്ങളാണ് ഈ രണ്ടുപേരും. 2009 മുതൽ വരുൺ ഗാന്ധി MP ആണ്. പിലിഭിത്തിൽ നിന്നും സുൽത്താൻപൂരിൽ നിന്നുമായി അദ്ദേഹം പാർലമെന്റിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ 5ാം പട്ടിക പുറത്തു വന്നപ്പോൾ സുൽത്താൻപൂരിൽ മേനക ഗാന്ധിക്ക് വീണ്ടും സീറ്റ് നൽകിയിട്ടുണ്ട് BJP. എന്നാൽ വരുൺ ഗാന്ധിയെ ഒഴിവാക്കി അവിടെ കോൺഗ്രസിൽ നിന്ന് 2 വർഷം മുമ്പ് BJPയിലെത്തിയ ജിതിൻ പ്രസാദിയെ ആണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും വരുൺ ഗാന്ധിയുടെ അടുത്ത നീക്കം എന്ത് എന്നുള്ളതാണ്
ഏവരും ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് വരുൺ ഗാന്ധിക്ക് മുമ്പിൽ ഒരു ഓഫർ SP വെച്ചിരുന്നു. അതായത് വരുൺ ഗാന്ധിക്ക് സീറ്റ് നൽകുമോ എന്ന കാര്യത്തിൽ ഒരു ഉചിതമായി നൽകുന്നതിന് ശേഷം പൂക്കോട് വെറ്റിനറി കോളേജിൽ ആത്മഹത്യ ചെയ്ത മരിച്ച സിദ്ധാർത്ഥൻ ഇന്നും നമ്മുടെ ഇടയിൽ ഒരു നൊമ്പരമാണ്. സിദ്ധാർത്ഥന്റെ പിതാവും മാതാപിതാക്കൾ അവർ നീതിക്കായുള്ള പോരാട്ടം തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. മുഖ്യമന്ത്രി CBI അന്വേഷണം അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു, പക്ഷേ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഈ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല ക്ലിഫ് ഹൌസിന് മുന്നിൽ നിരാഹാരം തുടങ്ങും എന്നാണ് സിദ്ധാർത്ഥൻ പ്രതികരിച്ചത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഗവർണറെ കണ്ടിരുന്നു. ഗവർണർ കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് നൽകുമെന്ന് പറഞ്ഞു. സിദ്ധാർത്ഥന്റെ പിതാവ് അദ്ദേഹം ന്യൂസ് 18നോട് പ്രതികരിച്ചു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ക്രൂരമർദ്ദനത്തിനിരയായി മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് നമ്മോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ ദിവസം VCയുടെ ഭാഗത്തു നിന്ന് അസാധാരണമായൊരു നടപടിയാണ് ഉണ്ടായത്. ഗവർണർ ആ നടപടി മരവിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടി ഉണ്ടായതെന്നാണ് പിതാവ് കരുതുന്നത്? അല്ല, ഇപ്പം പറഞ്ഞില്ലേ അസാധാരണമായിട്ടുള്ള നടപടിയെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് അസാധാരണമല്ല. ഞാനിത് പ്രതീക്ഷിച്ചിരിക്കുക. ഈ VC അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റൊക്കെ അതേ ചെയ്യുള്ളൂ. കാരണം എങ്ങനെയെങ്കിലും ഇതിൻ്റെ തെളിവ് നശിപ്പിക്കണം, ഇത് നശിപ്പിച്ചത് ഈ കേസും തീർത്തു വിടണം. അതുകൊണ്ട് അവരിതേ ചെയ്യുള്ളൂ എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാമല്ലോ. മുഖ്യമന്ത്രി തന്നെയാണല്ലോ CBIക്ക് നിങ്ങളുടെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേസിന്റെ അന്വേഷണം CBIക്ക് വിടാമെന്ന് ഉറപ്പ് നൽകിയത്. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് മനംമാറ്റം വന്നു എന്ന് കരുതുന്നുണ്ടോ? അല്ല, മനംമാറ്റം വന്നോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അന്ന് ഈ ഉറപ്പ് തന്നതെന്ന് പറഞ്ഞാൽ CBI അന്വേഷിക്കാമെന്ന് പറഞ്ഞത് പറഞ്ഞാൽ എല്ലാവരും പൊടിയിടാനുള്ളത്, അതായത് കണ്ണ് മൂടിക്കെട്ടണം, വാ മൂടിക്കെട്ടണം, എല്ലാവരും അടങ്ങിയിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് മുഖ്യമന്ത്രി. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഭയങ്കര രീതിയിലുള്ള ഒരു പ്രക്ഷോഭം നടക്കുന്നു, എല്ലാ ഭാഗത്തും നല്ല പ്രഷർ കഴിയുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെയും കൂടെ വാ മൂടിക്കെട്ടേണ്ട അത്യാവശ്യം അന്ന് കേരള സർക്കാരിനുണ്ട്. മുഖ്യമന്ത്രിക്കുണ്ടോ എന്ന് ഞാൻ പറയില്ല. കേരള സർക്കാരിനെ ചെയ്തേ പറ്റുള്ളൂ. കേരള സർക്കാരിന് തന്നെ വലിയ മുഖ്യമന്ത്രി. അപ്പോൾ കേരള സർക്കാർ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാവരും വാ മൂടി അങ്ങ് കെട്ടി. അല്ല, അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൽ CBIക്ക് അന്വേഷണം കൈമാറുന്ന ഔദ്യോഗിക നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഉറപ്പാണോ? നിങ്ങൾക്ക് അത്തരം എന്തെങ്കിലും അറിയിപ്പില്ല? ഇല്ല, ഉണ്ടായിട്ടില്ല. എൻ്റെ അറിവിൽ ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ഒരറിവും എനിക്കില്ല. അതായത് അന്വേഷണം CBIക്ക് കൈമാറുമെന്ന് പറഞ്ഞതല്ലാതെ മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. അതെ, എൻ്റെ അറിവിൽ അങ്ങനെയാണ്. ഇതിലേക്കും ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇത് കൊടുക്കണം അവർക്ക്. നമുക്കും അറിയാമല്ലോ, ഒഫീഷ്യലായിട്ട് അവർക്ക് കൊടുക്കേണ്ടത് ഡൽഹിയിലാണ്, അവർ ആഭ്യന്തര മന്ത്രാലയത്തിലാണ്. ഇവിടുന്ന് ലെറ്റർ കൊടുക്കേണ്ടത്. അവർ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് എന്ത് പറഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് എൻ്റെ കുടുംബത്തിന് കിട്ടിയ വിവരമാണ്. നമ്മൾ അന്വേഷിച്ചിട്ട് അല്ല, വേറെ ആരും പറഞ്ഞു കേട്ടുള്ള വിവരമല്ല. നമ്മൾ അവിടെ സെക്രട്ടേറിയറ്റ് അന്വേഷിച്ചു കഴിഞ്ഞ ശനിയാഴ്ച, ഈ വരുന്ന ശനിയാഴ്ച, പോയ ശനിയാഴ്ച. അപ്പോൾ അവർ ഈ ന്യായങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് മനസ്സിലായി, അവർ മാക്സിമം ഇതിനെ വെച്ച് ലേറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഈ ലേറ്റ് ആക്കുന്നത്? ലേറ്റാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം ആർക്കാണ്? കാര്യം പറഞ്ഞാൽ ഏറ്റവും ഉപയോഗമുള്ള സർക്കാരിന് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം ഇലക്ഷൻ കഴിയുന്നവരെ ഇതൊരു പ്രശ്നം ഉണ്ടാക്കരുത്. രണ്ടാമത്തെ കാര്യം ഇതിനിപ്പോൾ തെളിവ് നശിപ്പിക്കണം. എത്ര ദിവസത്തോളം ലേറ്റാവോ അത്രത്തോളം അവർക്ക് തെളിവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ടൈം കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഈ സസ്പെൻഷൻ ചെയ്തവരെ തിരിച്ചെടുത്തത്. ആരാണ് ഇതിന് പിന്നിൽ? ഈ തെളിവ് ഇതാരാണ് ഇതിന് നേതൃത്വം നൽകുന്നതാണ്? തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരാണോ അതോ വയനാട്ടിൽ നിന്നുള്ള പൂക്കോട് നിന്നുള്ളവരോ? ഇല്ല, ഉദ്യോഗസ്ഥരാരാണെന്ന് നമുക്കറിയില്ല. ആരാണ് ഏത് ഉദ്യോഗസ്ഥരാണെന്ന് അറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ ഭരണപക്ഷം തന്നെയാണ്, വേറെ ആരുമല്ല. അത് ഉറപ്പാണല്ലോ. കാര്യം ഒന്ന് ചെയ്തേക്കുന്നത് അവർ SFIയുടെ ഏറ്റവും വലിയ ക്രിമിനലുകളായ അവരെ നേതാക്കളാണ് ചെയ്തേക്കുന്നത്. ആ തീവ്രവാദ ഗ്രൂപ്പുകളായ SFIയുടെ നേതാക്കന്മാർ ചെയ്യുമ്പോൾ അവരെ അന്വേഷിച്ചെടുക്കേണ്ടത്, രക്ഷിച്ചെടുക്കേണ്ടത് ഇവർ തന്നെ ചുമതലയാണ്. അങ്ങനെയാണ് ഈ തുടർ നടപടി നിങ്ങൾ എന്ത് തരത്തിലുള്ള നടപടികളായിരിക്കും ഉണ്ടാകുക? തുടർ നടപടികൾ ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പം ഇതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഗവർണറെ കാണും. ഇനിയിപ്പോൾ തോന്നുന്നില്ല ഗവർണറെ കാണേണ്ട ആവശ്യം തന്നെ ഉണ്ടെന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ ഗവർണർ ഇതിന് ആക്ഷൻ എടുത്തു കഴിഞ്ഞു. ഈ 31 പേര് സസ്പെൻഷൻ എന്തുകൊണ്ട് പിൻവലിച്ചു അത് അറിയാൻ വേണ്ടി ഗവർണർക്ക് അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഈ കുട്ടികൾ, ആ പെൺകുട്ടി ഇതൊരിക്കൽ ഒളിച്ചിരിക്കുന്ന പെൺകുട്ടികൾ, ഒളിച്ചിരിക്കുന്നതല്ല അവർ മാറ്റി നിർത്തിയിരിക്കുന്ന പെൺകുട്ടികൾ. ബിൻസി എന്ന പെൺകുട്ടിയുണ്ട്, പിന്നെ എൻ്റെ മകനെ ക്രൂരമായി ഉപദ്രവിച്ചപ്പോഴും കൂട്ടുനിന്ന 2 പെൺകുട്ടികൾ. മൊത്തം 3 പെൺകുട്ടികൾ ഇതിലുള്ള ആൻറ്റി റാഗിങ്ങിൽ വ്യക്തമായിട്ടുള്ള പേരുള്ളതാണ്. ഇവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ അവർ കസ്റ്റഡിയിലെടുക്കുന്നില്ല. അപ്പോൾ ആണിനും പെണ്ണിനും തുല്യമായിട്ടുള്ള നീതിയാണല്ലോ. നീതിയാണെങ്കിൽ അനീതിയാണെങ്കിൽ കേസിൽ ഒരുപോലെ വരും. ഈ പെൺകുട്ടികളെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു? അല്ല, ആരാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? അക്ഷയെ ആരാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? അവസാനം വരെ കൂടാതെ നിന്നിട്ട് എൻ്റെ മകനെ ചതിച്ച അക്ഷയെ ഇടുക്കിയിലുള്ള ഒരു വലിയ നേതാവ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എന്തിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? അയാൾക്ക് അതുകൊണ്ടുള്ള നേട്ടം എന്താ? ഇതൊക്കെ എനിക്കറിയണം. അതുകൊണ്ട് ഞാനത് ഒരു സമരം ആദ്യമായിട്ട് ഞാൻ തിരിച്ചു തുടങ്ങി പോവാണ്. സമരമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. ചിലപ്പോൾ അത് സെക്രട്ടേറിയറ്റ് നടയൊന്നും ആയിരിക്കില്ല, അത് മുഖ്യമന്ത്രിയെ വീട്ടിൽ തന്നെ ആയിരിക്കും. എനിക്ക് ഉറപ്പ് തന്ന അദ്ദേഹമാണ്.
എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിരോധമില്ല. അദ്ദേഹം ഭരിക്കുന്നു, അദ്ദേഹം ഭരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടി പോകുന്നു. അത് ഞാൻ അവിടെ തന്നെ പോകും. എനിക്ക് ഉറപ്പ് തന്ന മന്ത്രി അതല്ലാണ്. എന്തായാലും താങ്കളുടെ ഇടപെടൽ ഫലം കാണട്ടെ. എന്തായാലും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ കുടുംബം. CBIക്ക് കേസ് കൈമാറിയാൽ കൃത്യമായ കണ്ടെത്താൻ കഴിയും, അതിലൂടെ ഈ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. പക്ഷേ അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. CBIക്ക് കേസ് കൈമാറുന്ന കാര്യത്തിൽ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ന്യൂസ് 18നോട് പങ്കുവെക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ജയപ്രകാശിന്റെ പിതാവാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശാണ് സംസാരിച്ചത്. ഇതോടുകൂടി മോർണിംഗ് വൈബ്സ് നമുക്ക് പൂർത്തിയാകണം. ഇന്ന് കണ്ണൂരിലുണ്ടാകും. ഇന്ന് മുഴുവൻ ന്യൂസ് 18 സംഘം അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇലക്ഷൻ വൈബ്സ് ആരംഭിക്കും. നമസ്കാരം. തീരുമാനമെടുക്കുമെന്നാണ് SP നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത്. അഖിലേഷ് യാദവ് തന്നെ അത്തരമൊരു പ്രതികരണം നടത്തുകയും ചെയ്തു. അപ്പോൾ SB വരുൺ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ തയ്യാറാകുമോ, അങ്ങനെ വരുൺ ഗാന്ധി SP-യുടെ കൂടി പിന്തുണയോടുകൂടി മത്സരിക്കുമോ, അതോ സ്വതന്ത്രനായി മത്സരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. ഏതായാലും ഒരു ഔദ്യോഗികമായ പ്രതികരണം വരുൺ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഉടൻ തന്നെ ഉണ്ടാകേണ്ടതാണ്. സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ 2-3 ദിവസം അകം തന്നെ അത്തരമൊരു പ്രഖ്യാപനം സ്വാഭാവികമായും നടത്തേണ്ടതാണ്. കാരണം ആദ്യഘട്ടത്തിലാണ് പിലിഭിത്ത് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ UP-യിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി 28-ാം തീയതി അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു നീക്കമുണ്ടെങ്കിൽ വരുൺ ഗാന്ധിയുടെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ സ്വാഭാവികമായും വരുൺ ഗാന്ധിയുടെ പ്രതികരണം ഉണ്ടായേക്കാം. ഏതായാലും വരുൺ ഗാന്ധിക്ക് സീറ്റ് ഉണ്ടായേക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചതാണ്. പ്രത്യേകിച്ച് മോദി സർക്കാരിനെതിരെ പല വിഷയങ്ങളിലും നിലപാടെടുത്തിരുന്ന നേതാവാണ് വരുൺ ഗാന്ധി. കർഷക സമരമടക്കമുള്ള വിഷയങ്ങൾ, ലഖിംപൂർ കേരിയിലെ വാഹനം ഓടിച്ചു കയറ്റിയ സംഭവം തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ വിമർശിച്ചുകൊണ്ട് വരുൺ ഗാന്ധി രംഗത്ത് വന്നിരുന്നു. ഒപ്പം യോഗി സർക്കാരിനെതിരെയും വരുൺ ഗാന്ധിയുടെ ഭാഗത്ത് വിമർശനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ട് ഒരു പട്ടിക ഇപ്പോൾ BJP പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മേനക ഗാന്ധിക്ക് വീണ്ടും സീറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. പിലിഭിത്തിൽ ഏതായാലും വരുൺ ഗാന്ധിക്ക് സീറ്റില്ല. കാരണം മേനക ഗാന്ധിയും വരുൺ ഗാന്ധിയും ഏറെക്കാലമായി BJP-ക്കൊപ്പമുള്ള നേതാക്കളാണ്. പ്രത്യേകിച്ച് BJP-യിലെ ഗാന്ധി കുടുംബാംഗങ്ങളാണ് ഈ രണ്ടുപേരും. 2009 മുതൽ വരുൺ ഗാന്ധി MP-യാണ്. പിലിഭിത്തിൽ നിന്നും സുൽത്താൻപൂരിൽ നിന്നുമായി അദ്ദേഹം പാർലമെന്റിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ 5-ാം പട്ടിക പുറത്തു വന്നപ്പോൾ സുൽത്താൻപൂരിൽ മേനക ഗാന്ധിക്ക് വീണ്ടും സീറ്റ് നൽകിയിട്ടുണ്ട് BJP. എന്നാൽ വരുൺ ഗാന്ധിയെ ഒഴിവാക്കി അവിടെ കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച AAP-യുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച്. ഇന്ത്യ മുന്നണിയിലെ കക്ഷികളും പങ്കെടുക്കും. കേജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കവിതയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇഡിക്ക് പിന്നാലെ നടപടിക്കൊരുങ്ങി CBI. രാഹുൽ ഗാന്ധി നാളെ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഹാജരാകും. ഹാജരാകുന്നത് BJP ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ. പൂക്കോട് സർവകലാശാല വിവാദം പുകയുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പുറത്താക്കിയവരെ തിരിച്ചെടുത്ത നടപടി തുടർന്നുണ്ടായ വിവാദത്തിൽ 2ാമത്തെ VC-യും രാജിവെച്ചു. തുടർ നടപടികൾക്കൊരുങ്ങി ഗവർണർ, പകരം ചുമതല നൽകും. മുഖ്യമന്ത്രി വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇനി സമരം ചെയ്യുക സെക്രട്ടേറിയറ്റ് നടയിലായിരിക്കില്ല, പകരം ക്ലിഫ് ഹൌസിന് മുന്നിലായിരിക്കുമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ന്യൂസ് 18നോട്. സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് കൈമാറാനുള്ള സർക്കാർ നീക്കം കുടുംബത്തിന്റെ വായടപ്പിക്കാനായിരുന്നുവെന്നും ജയപ്രകാശ്. കൊച്ചി ഗുണ്ടാ വിളയാട്ടവുമായി ബന്ധപ്പെട്ട് ഗുണ്ടാ നേതാവ് ഔറംഗസേബ് ഇന്ന് ATS-ന് മുൻപിൽ ഹാജരാകും. നെടുമ്പാശ്ശേരിയിലെ ഓഫീസിൽ രാവിലെ 10:30-നാണ് ഹാജരാവുക. ATS ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ. +2 പരീക്ഷകൾ ഇന്ന് അവസാനിക്കും. SSLC പരീക്ഷ ഇന്നലെ അവസാനിച്ചിരുന്നു. മൂല്യനിർണ്ണയം ഉടൻ ആരംഭിക്കും. മെയിൽ ഫലം പ്രസിദ്ധീകരിക്കാൻ ശ്രമം. വയനാട് ചുള്ളിയോട് ചന്തയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ ബന്ധു മരിച്ചു. സമീപം കിടന്നുറങ്ങുകയായിരുന്ന ചന്തക്കുന്ന് കോളനിയിലെ ഭാസ്കരനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പലായിരിക്കെ SFI-ക്കാർ തന്നെ ഒരുപാട് ദ്രോഹിച്ചതായി ആലത്തൂർ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു. ആലത്തൂർ മണ്ഡലത്തിൽ SFI-യുടെ അക്രമരാഷ്ട്രീയവും ചർച്ചയാകുമെന്ന് സരസു ന്യൂസ് 18നോട്.
കേന്ദ്ര സർക്കാർ AICCയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ പ്രചാരണത്തിന് ഫണ്ടില്ലാതെ ബുദ്ധിമുട്ടുന്നതായി പാലക്കാട് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. കഴിഞ്ഞ 5 വർഷത്തെ തന്റെ പ്രവർത്തനം വിലയിരുത്തി ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ എന്നും ന്യൂസ് 18 സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ ശ്രീകണ്ഠൻ. വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ TD സുനിൽകുമാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ കോടതി വിധിയിലെ തനിക്കെതിരായ പരാമർശങ്ങൾ ചോദ്യം ചെയ്താണ് ഹർജി. ഊരിന് പുറത്ത് സമൂഹ വിവാഹം. 216 ആദിവാസി യുവതിയുവാക്കളുടെ വിവാഹ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. തിരുവനന്തപുരത്ത് ആരംഭിച്ച 100ാമത് ശാഖയുടെ പ്രവർത്തനോദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മാംഗല്യമൊരുക്കിയത്. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലായിരുന്നു വിവാഹ ചടങ്ങ്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. നമസ്കാരം. ഇലക്ഷൻ വൈബിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് അംഗം മുറുകുമ്പോൾ കേരളത്തിന്റെ വിരലുകളിൽ മഷി പുരളാൻ കൃത്യമായി പറഞ്ഞാൽ ഇനി 1 മാസം. വാദപ്രതിവാദങ്ങളും വിവാദങ്ങളും കൊഴുക്കുമ്പോഴും പ്രചാരണം തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും 2ാം ഘട്ട പ്രചാരണത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഇനിയും പ്രചാരണത്തിന് സ്ഥാനാർത്ഥി നേരിട്ടെത്താത്തത് അങ്ങ് വയനാട് മണ്ഡലത്തിലാണ്. രാഹുൽ ഗാന്ധിയുടെ വരവ് ആഘോഷമാക്കാൻ കോൺഗ്രസ് കാത്തിരിക്കുമ്പോൾ ആനി രാജ പ്രചാരണത്തിന്റെ 2 റൗണ്ട് പിന്നിട്ട് കഴിഞ്ഞു. സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ BJP കളത്തിലിറക്കിയത് ഏറെ ചിന്തിച്ചുറപ്പിച്ച രാഷ്ട്രീയ നീക്കത്തിലൂടെയാണ് എന്ന കാര്യം വ്യക്തം. എന്തായാലും ആര് വിറയ്ക്കും, ആരൊക്കെ വിറപ്പിക്കുമെന്ന് കണ്ടറിയാം. സ്വാഗതം ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഇലക്ഷൻ വൈബ്സിലേക്ക്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പോര് കടുക്കുമ്പോഴും കണ്ണൂരും ആവേശത്തിലാണ്. MS അനീഷ് കുമാർ കണ്ണൂരിന്റെ വിശദാംശങ്ങളുമായി ചേരും. അനീഷ, എന്തായാലും ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ അറിയാനുള്ളത് K. സുധാകരന്റെ വ്യക്തിപ്രഭാവത്തെ മറ്റേതെങ്കിലും മുന്നണിക്ക് മറികടക്കാനാകുമോ, അല്ലെങ്കിൽ MPയിലൂടെ തിരിച്ചു പിടിക്കുമോ ഇടതുമുന്നണി എന്ന ചോദ്യമായിരിക്കും പ്രധാനമായും കണ്ണൂരിൽ ഉയരുന്നതല്ലേ? തീർച്ചയായും ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ട മേഖലയായി മലബാർ മേഖല മാറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. കാരണം കണ്ണൂരായാലും വടകരയിലായാലും വയനാടായാലും രാജ്യം ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ നടക്കുന്ന ഇടമായി ഇവിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഓരോ കണത്തിലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആവേശം നിറയുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഈ MV ജയരാജൻ എന്ന സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കിയതോടുകൂടി തന്നെ ഈ ഇടതുമുന്നണി CPM ഇത്തവണത്തെ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് നയം എന്താണ്, അല്ലെങ്കിൽ തങ്ങൾ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് അവർ വ്യക്തമായി കഴിഞ്ഞു. നേരത്തെ CPM നേതാവ് AK ബാലൻ പറഞ്ഞതുപോലെ ഈനാമ്പേച്ചിയും മരപ്പട്ടിയും നീരാളിയും ഒന്നും ആവരുത് തങ്ങളുടെ ഭാവി കാലത്തെ ചിഹ്നം എന്ന ഒരു കൃത്യമായ സന്ദേശം തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ CPM മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഈ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് നേരത്തെ കാലേ കൂട്ടി പ്രഖ്യാപിച്ച KPCC പ്രസിഡന്റ് K. സുധാകരൻ ഇത്തവണ സിറ്റിംഗ് MP ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു. ഇടത് സ്ഥാനാർത്ഥി ഒരു വള്ളപ്പാട് മുന്നിൽ പ്രചാരണ രംഗത്ത് പോയതോടുകൂടിയാണ് K. സുധാകരൻ വീണ്ടും മണ്ഡലത്തിലേക്ക് അരയും തലയും മുറുക്കി ഇറങ്ങിയത്. എന്തായാലും സിറ്റിംഗ് MP ആണ്. കണ്ണൂർ മണ്ഡലത്തിൽ വിപുലമായ ആളുകളെ പരിചയമുള്ള, അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ്. ജയിച്ചും തോറ്റുമൊക്കെ മണ്ഡലത്തിൽ പലവട്ടം മത്സരിച്ചിട്ടുള്ള ആളാണ്. ഇവിടുത്തെ ഓരോ പ്രദേശങ്ങളും ഈ മനസ്സിലെന്ന പോലെ ഹൃദയസ്ഥമായി അറിയാവുന്ന ആളാണ്. ഓരോ പ്രവർത്തകരെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന നേതാവുമാണ്. അതുകൊണ്ട് 2 സ്ഥാനാർത്ഥികൾ കൂടി, ഈ 2 പേരും കൂടി കൂടി അങ്ങേയറ്റം പ്രവചനാതീതമായ പോരാട്ടം ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം AKG മുതൽ K. സുധാകരൻ വരെ നീളുന്ന ഈ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ പ്രഗത്ഭരായ പലരുമുണ്ട്. മുല്ലപ്പള്ളി തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച സ്ഥലമാണ്. PK ശ്രീമതി ടീച്ചർ ജയിച്ചും തോറ്റും നിന്ന സ്ഥലമാണ്. ഈ CPMന്റെ യുവ നേതാവ് അബ്ദുള്ളക്കുട്ടി എന്ന അത്ഭുതക്കുട്ടി രൂപം കൊണ്ട മണ്ണാണ്. പിന്നീട് അദ്ദേഹം BJPയിലേക്ക് പോയതൊക്കെ കാലത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ രീതിയിലൊക്കെ നോക്കുമ്പോൾ സമീപകാലങ്ങളിൽ കണ്ണൂർ സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ 2 പേരും കളത്തിലിറങ്ങിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് CPM സ്ഥാനാർത്ഥി, ഇടത് സ്ഥാനാർത്ഥി MV ജയരാജൻ നമ്മളോടൊപ്പം വളരെ വിശദമായി തന്നെ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം സംസാരിച്ചിരുന്നു. അല്പസമയത്തിനകം K. സുധാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും അവരൊക്കെ രാവിലെ തന്നെ കളത്തിലിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. CPM ഇന്ന് ഒരു വികസന സെമിനാർ എന്ന രീതിയിലാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിലും ഇത്തരത്തിലുള്ള
വികസന സെമിനാർ നടന്നിരുന്നു. ആദ്യം യുവാക്കളെ പങ്കെടുപ്പിച്ചുള്ള സെമിനാർ, പിന്നീട് വനിതകൾക്കായുള്ള സെമിനാർ, വ്യവസായ ലോകത്തിന്റെ സെമിനാർ എന്നിങ്ങനെ 2-3 ഘട്ടങ്ങളായി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാറാണ് ഈ മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്നത്. കാരണം വികസന കാര്യങ്ങളിൽ തങ്ങൾക്കുള്ള കാഴ്ചപ്പാട് ജനങ്ങളോട് വിശദീകരിക്കുന്നതിന് തയ്യാറാവുന്നു. ജോൺ ബ്രിട്ടാസ് MP, മുമ്പ് അവതാരകനും മാധ്യമപ്രവർത്തകനും ഒക്കെ ആയിരുന്ന ജോൺ ബ്രിട്ടാസ് ആണ് ഈ പരിപാടിയുടെ മോഡറേറ്റർ. ഒപ്പം KN ബാലഗോപാൽ, ഈ ധനമന്ത്രി, ഇന്നത്തെ ഈ വികസന സെമിനാറിൽ നേരിട്ട് പങ്കെടുത്ത് കാര്യങ്ങൾ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുമെന്നും പറയുന്നു. എന്തായാലും CPM വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു പ്രചാരണ പരിപാടിയാണ് ഈ വികസന സെമിനാർ. മറുവശത്ത് ഈ കെ സുധാകരൻ രാവിലെ ചില വ്യക്തിപരമായ സന്ദർശനങ്ങളൊക്കെ നടത്തിയ ശേഷം അദ്ദേഹം മട്ടന്നൂർ മേഖലയിലാണ് അദ്ദേഹത്തിന്റെ പര്യടനം ആരംഭിക്കുന്നത്. CPMന് ഗണ്യമായ സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ കൂടുതൽ വോട്ടുകൾ ഉറപ്പിക്കാനും ഈ ആടി നിൽക്കുന്ന വോട്ടുകൾ തന്നിലേക്ക് ഉറപ്പിക്കാനുമൊക്കെയാണ് അദ്ദേഹം ഇന്നത്തെ പര്യടനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. BJP സ്ഥാനാർത്ഥി C രഘുനാഥും തന്റെ പര്യടന പരിപാടികൾ വ്യക്തികളെ കണ്ട് വോട്ട് തേടൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ത്രികോണ മത്സരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്തൊരു മണ്ഡലമാണ്. കാരണം ഇതുവരെ BJPക്ക് 1 ലക്ഷത്തിനടുത്ത് വോട്ടിലേക്ക് എത്താൻ CK പത്മനാഭൻ മത്സരിച്ചപ്പോൾ പോലും, അവരുടെ കരുത്തനായ നേതാവ് മത്സരിച്ചപ്പോൾ പോലും 1 ലക്ഷത്തിലേക്ക് എത്താൻ കഴിയാത്തൊരു മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ തവണ കോൺഗ്രസ് ചിഹ്നത്തിൽ, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച രഘുനാഥ് മത്സരത്തിലേക്ക് എത്തുമ്പോൾ അത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ എന്ന ഒരു കണക്കൂട്ടിലാണ് BJPക്കുള്ളത്. എന്തായാലും 2 മുന്നണികൾ അരയും തലയും മുറുക്കി തന്നെ മത്സരരംഗത്തുണ്ട്. ഒരുപക്ഷെ അഭിമാന പോരാട്ടമായി ഇരു കൂട്ടർക്കും വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ്. കാരണം കെ സുധാകരൻ പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സ്ഥാനം രാഷ്ട്രീയ ജീവിതത്തിന് വലിയ ക്ഷീണമായി ഒരുപക്ഷെ വിലയിരുത്തപ്പെടാൻ സാധ്യതയുള്ള മണ്ഡലം. ജില്ലാ സെക്രട്ടറി ആയിരിക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങി പരാജയപ്പെടരുത് എന്നൊരു ഉറച്ച ബോധ്യം CPMനുമുണ്ട്. അതുകൊണ്ട് 2 പേർക്കും അഭിമാന പ്രശ്നമായി മാറുന്ന പോരാട്ടം, കണ്ണൂരിലെ പോരാട്ടച്ചൂട് വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. എന്നാലും മുൻ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ UDFും LDFും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിനായിരിക്കും കണ്ണൂർ സാക്ഷ്യം വഹിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. MS സനീഷ് കുമാറാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇന്ന് ന്യൂസ് 18 ഗോതയും കണ്ണൂരിലാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാക്പോരുകളും വെല്ലുവിളികളും സാധാരണമാണ്. എന്നാൽ കൊലപാതക രാഷ്ട്രീയത്തിന്റെ കണക്കുകളെ സംബന്ധിച്ചുള്ള തർക്കമാണ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാക്പോരിന് കാരണമായത്. പത്തനംതിട്ട പ്രസ് ക്ലബ് സംഘടിപ്പിച്ച സംവാദത്തിലാണ് LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കും UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും തമ്മിൽ ഏറ്റുമുട്ടിയത്. കഴിഞ്ഞ 2 ദിവസമായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയോട് ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടിക്കായി കാത്തിരിക്കുകയാണ് LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്. കൊലപാതക രാഷ്ട്രീയത്തെ സംബന്ധിച്ചായിരുന്നു ഐസക്കിന്റെ ചോദ്യം. 32 SFI പ്രവർത്തകരെ KSU പ്രവർത്തകർ കൊലപ്പെടുത്തിയിട്ടും ഒരു KSU പ്രവർത്തകനെ പോലും SFIക്കാർ കൊലപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു ഐസക്കിന്റെ വാദം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ചോദ്യത്തിന് ആന്റോ മറുപടി പറയണമെന്ന് ഐസക് ആവശ്യപ്പെട്ടു. കേട്ടോ, അങ്ങനെയല്ല ആന്റോ, എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഞാൻ വേണമെങ്കിൽ 32 SFIക്കാരുടെ പേര് പറയാം. കൊല ചെയ്യപ്പെട്ടത് ക്യാമ്പസുകളിൽ SFI കൊല ചെയ്ത, വധിച്ച ഒരു KSU പ്രവർത്തകന്റെ, കോൺഗ്രസ് പ്രവർത്തകന്റെ പേര് പറഞ്ഞു. നിങ്ങൾ അത്രയും ആക്ഷേപം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് മറുപടി പറയാൻ കഴിയില്ലെന്നും 2 ദിവസത്തിനകം SFIക്കാർ കൊലപ്പെടുത്തിയ KSU പ്രവർത്തകരുടെ ലിസ്റ്റുകൾ വാർത്താ സമ്മേളനത്തിൽ താൻ അറിയിക്കുമെന്നും സംവാദത്തിൽ പങ്കെടുത്ത ആന്റോ ആന്റണി വ്യക്തമാക്കി. കണക്കുണ്ട്, ഞാൻ കണക്ക് തന്നെ, കൃത്യം ലിസ്റ്റ് തന്നെ തരാം. അത് ഞാൻ ഓർത്തെടുത്തോണ്ടല്ല വന്നിരിക്കുന്ന കണക്കുണ്ട്. കേരളത്തിൽ എത്ര KSUക്കാരെ കൊലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിനെ കണക്ക് നാളെ ഈ പ്രസ് ക്ലബ് ഇതേ സമയത്ത് ഇവിടെ വെച്ചാൽ സന്തോഷം. അത് ചെയ്യണം. ഞാൻ പറയാം, അതിന്റെ കൃത്യ ലിസ്റ്റ് നാളെ ഇതേ സമയത്ത് ഈ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തി ഞാൻ പറയാം. സംവാദം കഴിഞ്ഞ് 2 ദിവസം പിന്നിട്ടിട്ടും ആന്റോയുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് പ്രചാരണ തിരക്കിലും ഐസക്. എന്തേ മറുപടി പറയാത്തത്? ഇങ്ങനെ പരസ്യ സംവാദത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഉറപ്പുകൾ അതുപോലും പാലിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാകാം മുന്നോട്ട് പോകാം? ഞാൻ ആ സംവാദത്തിൽ 6-7 ചോദ്യങ്ങൾ ഇതുപോലെ ഉന്നയിച്ചിരുന്നു. ഇരുവരും തമ്മിലുള്ള വാക്പോരുകൾ ഇതിനകം തന്നെ പ്രചരണ വിഷയമായി പ്രവർത്തകർ ഏറ്റെടുത്തതോടെ സോഷ്യൽ മീഡിയകളിൽ ഇരുവരുടെയും വാക്പോരുകൾ ട്രോളുകളായി പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പലായിരിക്കെ SFIക്കാർ തന്നെ ഒരുപാട് ദ്രോഹിച്ചതായി ആലത്തൂർ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു. ആലത്തൂർ മണ്ഡലത്തിൽ SFIയുടെ അക്രമരാഷ്ട്രീയവും ചർച്ചയാകുമെന്ന് സരസു ന്യൂസ് 18നോട്.
നമ്മുടെ കൂടെ ഇപ്പോൾ ആലത്തൂർ NDA സ്ഥാനാർത്ഥിയായ ഡോക്ടർ TN സരസുവാണുള്ളത്. നമസ്കാരം. ഈ സ്ഥാനാർത്ഥിത്വം എങ്ങനെ കാണുന്നു? ഈ സ്ഥാനാർത്ഥിത്വം എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ മോദിജി എന്നെ ഏൽപ്പിച്ചു തന്ന ഒരു ദൗത്യമായിട്ടാണ് കാണുന്നത്. ആ ദൗത്യം ഇവിടുത്തെ ആലത്തൂരെ നിവാസികൾ അത് ചെയ്യാൻ എന്നെ വിജയിപ്പിക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തിൽ ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് എന്നെക്കൊണ്ട് കഴിയുന്നത്ര നന്നായിട്ട് ചെയ്യും എന്നുള്ള ആത്മവിശ്വാസവും എനിക്കുണ്ട്. ഞാനത് ചെയ്തിരിക്കുകയും ചെയ്യും. ഈ ആലത്തൂർ പൊതുവെ BJPക്കോ അല്ലെങ്കിൽ NDAക്കോ കാര്യമായ സ്വാധീനമൊന്നുമുള്ള സ്ഥലമല്ല. അവിടേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് തോന്നി? അത് നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ്. എവിടെയാണ് സ്വാധീനമുള്ളത്? അതൊക്കെ സ്വാധീനമൊക്കെ ഇനി വരും. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ആൾക്കാർക്ക് ബോധം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ കോൺഗ്രസോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റോ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ബോധം വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 14 കൊല്ലമായിട്ട് 15 കൊല്ലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ് 60 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ കോൺഗ്രസ്സുകാർക്ക്? ഇല്ല. പിന്നെ കമ്മ്യൂണിസ്റ്റിന്റെ കാര്യം പറയാനില്ല. അവരൊരിക്കലും ഇന്ത്യയുടെ ഒരു ഭാഗമാവില്ല. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമാവില്ല. അപ്പൊ നമ്മള് ആ ഒരു ബോധം എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം BJP നല്ല വിജയം കരസ്ഥമാക്കും. പല സ്ഥലങ്ങളിലും ഒന്ന് തന്നെയാണ് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസിന് 5 ലക്ഷത്തി ചില്ലാനം വോട്ടാണ് കിട്ടിയത്. അതിന് LDF സ്ഥാനാർത്ഥി ബിജുവിന് കിട്ടിയത് 3 ലക്ഷത്തി സംതിങ് ആണ്. അതിന്റെ താഴെ NDA സ്ഥാനാർത്ഥി കിട്ടിയത് വെറും 87,000 വോട്ട് മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തവണ അത് വലിയ വെല്ലുവിളിയാവില്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ കാലം ജീവിച്ചിട്ടുള്ളത് പാലക്കാടാണ്. ഇവിടെ എത്രയോ വിദ്യാർത്ഥികൾ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. എൻ്റെ സ്വന്തം വീട് പോലെ ഞാൻ കരുതിയിരുന്ന ഒരു സ്ഥലമായിരുന്നു പാലക്കാട്. പാലക്കാടുള്ള ആൾക്കാർ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്താണ് SFIയുമായി പ്രശ്നം ഉണ്ടാകുന്നു. അവസാനം മാഡം റിട്ടയർ ചെയ്തു പോകുന്ന സമയത്ത് ഒരു ശവമഞ്ചം, ഒരു പ്രതീകാത്മക ശവമഞ്ചം ഉണ്ടാക്കിക്കൊണ്ട് അതിനെ അല്ലെങ്കിൽ അത് അപഹാസ്യപ്പെടുത്തുകയും അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു വിമർശനം ഉൾപ്പെടെ കൊണ്ടുവരികയും ചെയ്തത് അതിനെങ്ങനെ കാണുന്നു? അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമോ? അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ലേ. കാരണം ഇതേപോലെ ഒരു വിദ്യാർത്ഥി സംഘടനകളെന്ന് ഞാൻ പറയുന്നില്ല, സംഘടന ഇന്ന് പല സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങളുടെ കഥകൾ നമ്മൾ ദിവസവും കേൾക്കുന്നുണ്ട്. എല്ലാ ദിവസവും. അത് ഇല്ലാത്ത ദിവസങ്ങൾ വളരെ കുറവാണ്. പല തരത്തിലാണ് അവരെ ആൾക്കാർക്ക് ഇങ്ങനെ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒരു കുട്ടിയെ ഇപ്പൊ എത്രയോ ദിവസങ്ങൾ പീഡിപ്പിച്ച് പച്ചവെള്ളം പോലും കൊടുക്കാതെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു മൃഗങ്ങൾ പോലും ചെയ്യുന്ന ക്രൂരതയല്ല. അത്രയും വലിയ ക്രൂരത മനുഷ്യൻ ചെയ്തു എന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. അതൊക്കെ മനസ്സിലാക്കുന്ന മനുഷ്യര് എന്തായാലും തീർച്ചയായിട്ടും ഈ പ്രാവശ്യം മറിച്ച് ചിന്തിക്കും. BJP മുൻപിൽ വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, മോദിജിയുടെ ഗ്യാരണ്ടി ഉണ്ട്. മോദിജിയുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറയുന്നത് പഴയാണ്. ഈ 10 കൊല്ലം കൊണ്ട് ഇന്ത്യക്ക് വന്ന മാറ്റം എത്രയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ പറയാതെ തന്നെ. അപ്പൊ ആ ഒരു മാറ്റം ഇനിയും ഒരുപാട് മാറാനുണ്ട്. ഇപ്പം നമ്മൾ 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ ആണ്. ഇനി നമ്മൾ 1-ാം സ്ഥാനത്തേക്ക് വരണം. അതിനുവേണ്ടിയാണ് മോദിജി ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, എത്രയെത്ര സഹായങ്ങൾ സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിലും പാവങ്ങൾ കാണുന്നുണ്ടെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അദ്ദേഹം. അപ്പൊ ഇതൊക്കെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല. രമ്യ ഹരിദാസിന് കഴിഞ്ഞ പ്രാവശ്യം എത്രയോ വോട്ട് കിട്ടിക്കോട്ടെ, ഈ പ്രാവശ്യം അത് കിട്ടണമെന്നില്ലല്ലോ. രമ്യ ഹരിദാസ് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇത്രയും വോട്ട് കിട്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചെലവാക്കേണ്ട പൈസ പോലും ചെലവാക്കിയിട്ടില്ല. പിന്നെ അവരെ പറ്റി ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. അവരൊക്കെ നല്ല മനുഷ്യരാണ്. രാധാകൃഷ്ണൻ ആയാലും രമ്യ ഹരിദാസ് ആയാലും അവരൊക്കെ നല്ല മനുഷ്യർ തന്നെയാണ്. പക്ഷെ അവർ നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് ശരിയല്ലാത്തത്. ആ പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മോദിജിയുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഉള്ള ഒരാളെ അല്ലേ വിജയിച്ച് വിടേണ്ടത്? എല്ലാ ഡെവലപ്മെന്റുകളും എല്ലാ നന്മകളും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്കല്ലേ സാധിക്കുകയുള്ളൂ. അത് തീർച്ചയായിട്ടും ജനം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം വലിയൊരു മാറ്റം ഉണ്ടാവും കേരളത്തിൽ. താങ്ക് യു. എന്തായാലും ആലത്തൂരിൽ ഇത്തവണ വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണിപ്പോൾ BJP സ്ഥാനാർത്ഥി പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ ഒരു പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ക്യാമറാമാൻ പ്രജിത് കുമാർ, പ്രജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. കേന്ദ്ര സർക്കാർ AICCയുടെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതോടെ പ്രചാരണത്തിന് ഫണ്ടില്ലാതെ ബുദ്ധിമുട്ടുന്നതായി പാലക്കാട് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. കഴിഞ്ഞ 5 വർഷത്തെ തന്റെ പ്രവർത്തനം വിലയിരുത്തി
ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ എന്നും ന്യൂസ് 18 സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ ശ്രീകണ്ഠൻ പറഞ്ഞു. സ്ഥാനാർത്ഥിക്കൊപ്പം പാലക്കാടാണ്. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MP-യുമായ VK ശ്രീകണ്ഠനാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഇത് ആദ്യഘട്ടം തന്നെയല്ല തുടങ്ങിയിട്ടുള്ളൂ അല്ലേ പ്രചാരണം? ആ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട് ആദ്യഘട്ടം ഒരു പ്രചരണമാണ്. ഇന്നലെ അട്ടപ്പാടിയിൽ നിന്നാണ് ആരംഭിച്ചത്, ആദിവാസി മേഖലയിൽ നിന്ന്. ഇന്ന് പട്ടാമ്പിയിലാണ്. പട്ടാമ്പി കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുവിടങ്ങൾ, ഇന്ന് വൈകിട്ട് ഒരു റോഡ് ഷോ ഉണ്ട്. അങ്ങനെ പ്രചരണത്തിൽ സജീവമാക്കുക. എങ്ങനെയാണ് പൊതുവെ വോട്ടർ പ്രതികരണം? എന്താണ് കഴിഞ്ഞ 5 വർഷക്കാലം താങ്കൾ സജീവമായി നിറഞ്ഞു നിന്നതാണ് മണ്ഡലത്തിൽ. അപ്പോൾ സ്വാഭാവികമായും അവരെങ്ങനെയാണ് ഈ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ പ്രതികരിക്കുന്നത്? വളരെ അനുകൂലമായ പ്രതികരണമാണ് ജനങ്ങളുടേത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ രാജ്യത്തിന്റെ സ്ഥിതിഗതികളിൽ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നവരാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ ആദ്യ ഘട്ടമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ CAA നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ, ഇതെല്ലാം വലിയ ആശങ്കയോടുകൂടിയാണ് സാധാരണ ജനം കാണുന്നത്. മാത്രമല്ല 10 വർഷം രാജ്യം ഭരിച്ച BJP ജനങ്ങളെ കൊള്ളയടിക്കുക, കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി ഭരിക്കുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. പാവപ്പെട്ടവന് എല്ലാ അർത്ഥത്തിലും പ്രയാസം നൽകുന്ന വിലക്കയറ്റമാണ് അതിരൂക്ഷമായിട്ട്. കോവിഡിന് ശേഷം തകർന്ന തരിപ്പണമായ നമ്മുടെ സമ്പദ്ഘടന ഇനിയും അതിൽ നിന്നും മോചിതമായിട്ടില്ല. മഹാമാരിക്ക് ശേഷം വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ് പാവപ്പെട്ട ആളുകൾക്കുള്ളത്. സാമൂഹ്യ സുരക്ഷ, പെൻഷൻ തൊട്ട് ചികിത്സാ സഹായങ്ങൾ തൊട്ട് എല്ലാം വെട്ടിക്കുറച്ച് നടപ്പിലാക്കാതെ ഗവൺമെന്റ് പാവങ്ങളെ ശിക്ഷിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിനെതിരായ വലിയ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അപ്പം തന്നെ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വിരുദ്ധ വികാരം, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ഇതും കൂടെയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പലപ്പോഴും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ പെൻഷൻ വിഷയങ്ങൾ അതെല്ലാം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്ന് തന്നെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നതെങ്കിൽ പോലും സത്യത്തില് അതത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളും ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും. കേരളത്തിൽ 8 വർഷമായി ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി വലിയ തോതിലുള്ള പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. പാവപ്പെട്ടവർ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഭിക്ഷ യാചിക്കേണ്ട ഒരവസ്ഥ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളം എങ്ങനെയായിരുന്നോ സാമ്പത്തികമായ ദുരന്തം ഈ സംസ്ഥാനത്തുണ്ടായിരിക്കുകയാണ്. സർക്കാർ കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. പാവപ്പെട്ട ആളുകൾ ആരോട് കടം വാങ്ങിക്കും? അവരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ, അവർക്ക് അരിയും ആഹാര സാധനങ്ങളും കിട്ടാതെ, അവർക്ക് മരുന്ന് പോലും വാങ്ങാൻ പണമില്ലാതെ നിരാലംബരായിട്ടുള്ള വൃദ്ധ ദമ്പതികൾ ഉൾപ്പെടെ പൊതുനിരത്തിലിറങ്ങി ഭിക്ഷ യാചിക്കുന്ന ഒരവസ്ഥ കാണുക. ഈ ഭരണത്തിന്റെ ഏറ്റവും ഭീകരമായ ഒരവസ്ഥയാണത്. സാധാരണക്കാർക്ക് യാതൊരു രക്ഷയില്ല. എന്നാൽ ഭരണക്കാരോ അഴിമതിയുടെയും ധൂർത്തിന്റെയും ഏറ്റവും മൂർത്തിവത് ഭാവങ്ങളായിട്ട് മാറിയിരിക്കുക. മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും അഴിമതിയും പാവപ്പെട്ടവന്റെ ഈ ദാരിദ്ര്യവും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇലക്ഷനായിരിക്കും ഇത്. കേരളത്തിൽ ഒരു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അന്ത്യം കുറിക്കുന്ന ഒരു ഇലക്ഷൻ കൂടിയാവും ഇത്. അതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവര് ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ്, ഞങ്ങൾ ഈ രാജ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ്. അപ്പോൾ കമ്പാരിസം കോൺഗ്രസ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാൻ ശക്തമായി ശ്രമിക്കുമ്പോൾ പാർട്ടി എന്ന ലേബൽ നിലനിർത്താൻ വേണ്ടിയാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് AK ബാലന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കണ്ടില്ലേ? അപ്പൊ ഇവർക്ക് നാടിനോടും ജനങ്ങളോടും ഒരു പ്രതിബദ്ധതയില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ദുർഭരണം ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമാകും. അതുപോലെ തന്നെ ഈ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യപ്പെട്ടു. ശരിക്കും കേന്ദ്ര സർക്കാർ കോൺഗ്രസിനെ പൂട്ടാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിന്റെ ഭാഗം അത് ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചില്ലേ? സാമ്പത്തികപരമായിട്ടുള്ള വലിയൊരു ആ ഒരു ക്രൈസിസ് നന്നായിട്ട് നേരിടുന്നില്ലേ? സംശയമില്ലാത്ത കാര്യമാണ്. അതായത് കോൺഗ്രസ് പാർട്ടി
ആണ് ആദ്യത്തെ സർക്കാർ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഭരണഘടനാ ശില്പികളിൽ മുഖ്യ പങ്കുവച്ചതും അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരാണ്. അപ്പോൾ ജനാധിപത്യം വളരെ സുതാര്യമാകണമെങ്കിൽ അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു പക്ഷവുമില്ലാത്ത ആളുകളുടെ സാന്നിധ്യവും വേണം. ഇന്ത്യൻ പാർലമെന്റ് ലോകത്തിന് ഏറ്റവും മാതൃകയായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ച ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്, ഒരു ഭരണാധികാരി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ ഭരണാധികാരിയുടെ പേന ചലിക്കുന്നതിന് മുമ്പ് മനസ്സിൽ ഓർമ്മ വരേണ്ടത് സമൂഹത്തിന്റെ താഴെ തട്ടിൽ നീതി ലഭിക്കാതെ കഴിയുന്ന പാവപ്പെട്ടവരുടെ ദയനീയമായിട്ടുള്ള മുഖമാണ്. അപ്പൊ ഈ രാജ്യത്ത് പാർലമെന്റും നിയമവും ഒക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ആ കാര്യത്തിൽ മോദി സർക്കാർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തൃശൂരിൽ വേറിട്ടൊരു ഓട്ടൻതുള്ളൽ നടന്നു. തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും നേതൃത്വത്തിലാണ് VIP ചരിതം എന്ന പേര് വോട്ട് ചെയ്യൂ VIP ആകൂ എന്ന സന്ദേശം പകർന്നാണ് VIP ചരിതം എന്ന പേരിൽ ഓട്ടൻതുള്ളൽ നടന്നത്. ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവും പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനുമായ രാജീവ് വെങ്കടങ്ങാണ് ഹാസ്യാത്മകമായി 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത്. വോട്ടർ പട്ടികയിൽ എങ്ങനെ പേരു ചേർക്കാം, അപേക്ഷകളും ആക്ഷേപങ്ങളും എവിടെ സമർപ്പിക്കാം, പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഓട്ടൻതുള്ളലിലൂടെ അവതരിപ്പിക്കുന്നു. പാറക്കടവ് NSS ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ പ്രമീള നന്ദകുമാറാണ് ഓട്ടൻതുള്ളൽ കവിതാരചന നിർവഹിച്ചത്. മാർച്ച് 2-ാം വാരത്തിൽ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കളക്ടറേറ്റിൽ നിന്ന് തുടക്കം കുറിച്ച ഓട്ടൻതുള്ളൽ വിമല കോളേജിലും ഗവൺമെന്റ് ലോ കോളേജിലും നടത്തിയിരുന്നു. പഴയന്നൂർ ബ്ലോക്കിലെ ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കേരള കലാമണ്ഡലം എന്നിവിടങ്ങളിലും PNNM ആയുർവേദ മെഡിക്കൽ കോളേജിലും ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണവുമായി ജാഗ്രതാ ചരിത്രം ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നതിലൂടെ ശ്രദ്ധേയനായ കലാകാരൻ കൂടിയാണ് രാജീവ് വെങ്കടങ്ങ്. ന്യൂസ് 18 തൃശൂർ. ഇലക്ഷൻ വൈ പൂർണ്ണമാകുന്നു. നമസ്കാരം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്